ജാതശ്രിയ ആദിര്യായ ശ്രിയം വയോജരിതൃഭ്യോ ദധാ. ഓംകാരേശ്വരത്ത് നർമ്മദയുടെ തീരത്ത് ഓംകാരേശ്വരത്ത് പരിസമാപിക്കുന്നു. ഗോവിന്ദ ഭഗവത്പാദരെ ഗുരുവായി വരിക്കുന്നു. 7 വയസ്സിന് മുമ്പ് തന്നെ ഭാഷയും മറ്റു ശാസ്ത്രങ്ങളും സാമാന്യം ഉൾക്കൊണ്ടിട്ടുള്ള ശങ്കരൻ ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്തുനിന്ന് ശാസ്ത്രത്തിന്റെ ഹൃദയം ഗ്രഹിക്കുന്നു. 8-ാം വയസ്സിൽ ഗുരുവിൽ നിന്ന് അനുജ്ഞ നേടുന്നു. ശാസ്ത്ര പ്രചരണാർത്ഥം, ശാസ്ത്രവ്യാഖ്യാനാർത്ഥം ഭാഷ്യരചന ആരംഭിക്കുന്നു. പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുക്കൾക്ക് ഈ ഉപനിഷത്തുക്കളുടെ സാരമായ ഭഗവത്ഗീതയ്ക്കും ഈ ഉപനിഷത്തുക്കളുടെ വിചാരഗ്രന്ഥമായ ബ്രഹ്മസൂത്രങ്ങൾക്കും ഭാഷ്യമെഴുതി തൂലിക താഴെ വെച്ചു 16-ാം വയസ്സിലെന്നാണ് പറയുന്നത്. ചിന്തിക്കുക. ഏതായാലും ഈ ഭാഷ്യങ്ങളാണ് ശങ്കരകൃതികളിൽ പ്രഥമം. എന്താണ് ഈ ഭാഷ്യങ്ങളിലൂടെ ഉദ്ദേശിച്ചത്? എന്തിനു വേണ്ടിയാണ് ഈ ഭാഷ്യങ്ങൾ? നേരത്തെ പറഞ്ഞ സകല ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതിനാണ്. ദർശനങ്ങളുടെ പരാകാഷ്ഠയിലേക്ക് നമ്മളെ ആനയിക്കുന്നതിനാണ്. ശൈവ വൈഷ്ണവ ശാക്തേയ ഗാണപത്യ സൗരസ്കാന്ത ഭേദങ്ങൾ കേവലം വ്യാവഹാരികങ്ങൾ മാത്രമാണെന്നും പരമാർത്ഥത്തിൽ ഏകവും അദ്വിതീയവുമാണ് പരമാത്മതത്വം എന്നുള്ള സമർത്ഥനത്തിനാണ്. ശ്രദ്ധിക്കുക. അതുപോലെ വേദത്തിന്റെ ഹൃദയം എന്തെന്ന് നമ്മളെ ബോധിപ്പിക്കുന്നതിനാണ്. ഇവിടെ വ്യത്യസ്ത വാദവിവാദങ്ങൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ വിരുദ്ധങ്ങളായ പല ആചരണങ്ങളെയും ആശയങ്ങളെയും പ്രചരിപ്പിച്ചിരുന്ന ഓരോ വിദ്വാനോടോ അല്ലെങ്കിൽ അതത് വിഭാഗക്കാരോടോ ചർച്ചകളിലും തർക്കവിതർക്കങ്ങളിലും ഏർപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് വിചാരിക്കുക. എങ്കിൽ ആ പ്രവർത്തനം താൽക്കാലികമായി മാത്രമേ ശോഭിക്കുമായിരുന്നു. തത്കാലം ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ചെറിയൊരു കാലഘട്ടത്തിൽ ഒരു തെറ്റിദ്ധാരണയെ നീക്കാനോ മറ്റോ അത് ഉപകരിച്ചേക്കാം. പക്ഷേ അത് ദീർഘദൃഷ്ടിയിൽ ഒരിക്കലും നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഭാഷ്യകാരൻ ആദ്യഘട്ടത്തിൽ പരിശ്രമിച്ചത് അത്തരം വാദപ്രതിവാദങ്ങൾക്ക് പോകാനല്ല. മറിച്ച് എന്താണോ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ശാസ്ത്രം വേദം, വേദത്തിന്റെ സൈദ്ധാന്തികമായ നിർണയം വേദാന്തം, ആ വേദാന്തത്തെ മറനീക്കി കറനീക്കി സമൂഹത്തിൽ ആവിഷ്കരിച്ചു, പ്രചരിപ്പിച്ചു. അങ്ങനെ വേദത്തിന്റെ താല്പര്യം ഇന്നതാണെന്ന് ബോധിപ്പിച്ചാൽ പിന്നെ സമാജം നേരത്തെ പറഞ്ഞ അനാചാരങ്ങളിൽ പെടില്ല. ബോധിച്ചാൽ പിന്നെ ദേവതാഭേദങ്ങളുടെ പേര് പറഞ്ഞ് കലഹിക്കില്ല, ദർശനഭേദങ്ങളുടെ പേര് പറഞ്ഞ് കലഹിക്കില്ല. അതുകൊണ്ട് അവിടുന്ന് ചെയ്ത ആദ്യത്തെ പ്രയാസം, അവിടുന്ന് ചെയ്ത ആദ്യത്തെ പരിശ്രമം ഈ വേദാന്ത ഹൃദയത്തെ തന്റെ ഭാഷ്യങ്ങളിലൂടെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അത് ചെയ്തു. എവിടെയാണോ തേൻ നിറച്ചുള്ള പുഷ്പമുള്ളത് അവിടെ നമ്മൾ തേനീച്ചകളെ മാടി വിളിക്കേണ്ട ആവശ്യമില്ല. തേനീച്ചകൾ വന്നു ചേരും. സ്വാഭാവികമായി ഈ വിദ്വത് വരിഷ്ഠന്റെ അരികിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശിഷ്യന്മാര്, സാധകന്മാര്, തത്വജിജ്ഞാസുക്കൾ എത്തിച്ചേർന്നു. പല പ്രദേശങ്ങളിൽ നിന്ന് അവർക്ക് ഭാഷ്യ ഹൃദയത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കാൻ വേണ്ടി, ഭാഷ്യങ്ങളുടെ ചിന്താപദ്ധതിയിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് അനേക പ്രകരണ ഗ്രന്ഥങ്ങളെ ചൊല്ലിക്കൊടുത്തു. എത്ര പ്രകരണ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ് ഉപസംഹരിക്കാൻ കഴിയില്ല.
അത്രയ്ക്കധികം പ്രകരണ ഗ്രന്ഥങ്ങൾ ശങ്കരാചാര്യ സ്വാമികളുടെ പേരിൽ നമ്മുടെ സമാജത്തിലുണ്ട്. കേവലം ഒരൊറ്റ ശ്ലോകത്തിലുള്ള പ്രകരണം മുതൽ 1006 ശ്ലോകങ്ങളിൽ നീണ്ട പ്രകരണം വരെ. ഒരൊറ്റ ശ്ലോകത്തിലൊരു പ്രകരണം, അതാണ് ഏകശ്ലോകി പ്രകരണം. അവിടെ മുതൽ വളരെ വിശദമായി വേദാന്ത പ്രക്രിയകളെ വർണ്ണിക്കുന്ന, വിശദീകരിക്കുന്ന സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം വരെയുള്ള അനേക പ്രകരണ ഗ്രന്ഥങ്ങൾ. വിവേക ചൂടാമണി, സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം, അപരോക്ഷാനുഭൂതി, ഉപദേശ സാഹസ്രി തുടങ്ങിയവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ എത്ര പ്രകരണ ഗ്രന്ഥങ്ങളെന്ന് നമുക്ക് പറഞ്ഞ് ഉപസംഹരിക്കാൻ കഴിയില്ല. അത്രയ്ക്കധികം പ്രകരണ ഗ്രന്ഥങ്ങളെ രചിച്ചു. ഈ 2 വിഭാഗത്തിൽപ്പെട്ട കൃതികളാണ് ഭഗവാൻ ഭാഷ്യകാരന്റെ പ്രധാനപ്പെട്ട വേദാന്ത ഗ്രന്ഥങ്ങൾ. മൂന്നാമതൊരു വിഭാഗം വിദ്വാൻമാരാൽ മാനിക്കപ്പെടുന്നത് സ്തോത്രകൃതികളാണ്. ഈ സ്തോത്രകൃതികൾക്കൊരു വിശേഷമുണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ ശൈവ, വൈഷ്ണവ, ശാക്തേയ, സ്കന്ദ എല്ലാ വിഭാഗങ്ങളിലുള്ള സ്തോത്രകൃതികളുണ്ട്. വൈഷ്ണവരിൽ ഒന്നാന്തരം വൈഷ്ണവനായിട്ടായിരിക്കും ആരംഭിക്കുക, ശൈവരിൽ ഒന്നാന്തരം ശൈവനായിട്ടായിരിക്കും ആരംഭിക്കുക, ശാക്തേയരിൽ ഒന്നാന്തരം ശാക്തേയനായിട്ടായിരിക്കും ആരംഭിക്കുക. പക്ഷേ കൃതിയിൽ നമ്മൾ മുന്നോട്ട് കൂടെ പോയി നോക്കൂ, ക്രമേണ ഏകവും അദ്വിതീയവുമായ സത്യത്തിലേക്ക് യാതൊന്നിനെയാണോ ഭാഷ്യങ്ങൾ വിളംബരം ചെയ്തത് അതേ സത്യത്തിലേക്ക് സാധകനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഘടിപ്പിക്കും. അതാണ് ശാങ്കര സ്തോത്രങ്ങളുടെ സവിശേഷത. അത് പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും, വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട സാധകരെ, വ്യത്യസ്ത ദേവത ഉപാസകന്മാരെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതി കൊടുത്തതാണ്. ഉദാഹരണത്തിന് ദേവി അപരാധ ക്ഷമാപണ സ്തോത്രത്തില്, അല്ലേ അമ്മേ എനിക്ക് 85 വയസ്സ് കഴിഞ്ഞു കേട്ടോ, ഇനി എന്നെ നീ രക്ഷിക്കുന്നില്ലെങ്കിൽ കാര്യം പോക്കാം. മയാ പഞ്ചാശീതേരധികം അപനീതേ വയസ്സി, ഇനിയും നീ രക്ഷിക്കുന്നില്ലെങ്കിൽ കുറച്ച് കാര്യം അപകടം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കാം? 85 വയസ്സായ ഏതോ ഒരു ദേവീഭക്തനെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതി കൊടുത്തതാണ്. തന്മയീഭാവത്തിലേക്ക് നോക്കൂ, ഒരു പർവ്വതത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനൊരു 100 അടി കയറി അവിടുത്തെ ദൃശ്യങ്ങളെ അവൻ വർണ്ണിച്ചു, ഒരു 200 അടി കയറി അവിടുത്തെ ദൃശ്യങ്ങളെ വർണ്ണിച്ചു, 300 അടി കയറി അവിടുത്തെ ദൃശ്യങ്ങളെ വർണ്ണിച്ചു. അങ്ങനെ ക്രമമായി ദൃശ്യവർണ്ണന ചെയ്ത് പർവ്വതത്തിന്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഈ കണ്ട ദൃശ്യങ്ങളെ എല്ലാം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അതേ സമയത്ത് അവയ്ക്ക് ഉപരി വിരാജിക്കാനും സ്വയം കഴിയും. 100 മീറ്റർ കയറിയും 200 മീറ്റർ കയറിയും വർണ്ണിച്ചവന്റെ വർണ്ണനകൾക്ക് വ്യത്യാസമുണ്ടാകും, വൈരുദ്ധ്യമുണ്ടാകും. ആദ്യം പറഞ്ഞ വൈവിധ്യം ഉണ്ടാകും, വൈരുദ്ധ്യം വരെ ഉണ്ടാവും. പക്ഷേ അതിന്റെ മുകളിലെത്തിയ ആളുടെ സംബന്ധിച്ച് ഒരു വൈരുദ്ധ്യമില്ല, വൈവിധ്യമില്ല. കാരണം എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും അതത് തലങ്ങളെ അംഗീകരിച്ച് സ്വീകരിക്കാനും കഴിയും. വിവേകാനന്ദ സ്വാമികള് തന്റെ ഏറ്റവും പ്രാഥമികങ്ങളായ ശിക്കാഗോ പ്രസംഗങ്ങളിൽ തന്നെ പറഞ്ഞു, വിവിധ മതങ്ങള് സൗഹാർദ്ദത്തിന്റെ, ടോളറൻസിന്റെ ഒക്കെ ആശയങ്ങൾ പറയും. ഞങ്ങൾ അതല്ല പറയുന്നത്, ഞങ്ങൾ അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് അക്സെപ്റ്റൻസ്. കാരണം എന്തിന്, ഏത് ചിന്താധാരയെ അംഗീകരിക്കാനുള്ള അത്ര വൈപുല്യം നമുക്കുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടെ ഏത് ചിന്താധാരയെയും ഉൾക്കൊള്ളാൻ സാധിക്കും ഒരു അദ്വൈതിക്ക്. അവനൊന്നിനാലും ബദ്ധനാവുന്നില്ല, പക്ഷെ ഏത് തലത്തെയും അവന് സമന്വയിപ്പിക്കാൻ സാധിക്കും. ഈ സമന്വയ ദൃഷ്ടി നമുക്ക് കാണാൻ സാധിക്കും സ്തോത്രങ്ങളിൽ. ഇതേ സമന്വയം നമുക്ക് കാണാൻ കഴിയുന്ന സ്തോത്രകൃതികൾ പിന്നീട് നമ്മൾ കാണുന്നത് ശ്രീനാരായണ ഗുരുദേവനിലാണ്.
സമന്വയ ദൃഷ്ടി, ഒരു ലേശം വ്യത്യാസമില്ല. പിന്നെ കാണാൻ കഴിയുന്നു ശ്രീനാരായണ ഗുരുദേവനെ. അതെ, ഏതായാലും ഈ പറഞ്ഞ 3 വിഭാഗം കൃതികളിൽ പ്രഥമം, പ്രാഥമികം, പ്രാമാണികം സംശയമൊന്നുമില്ല ഭാഷ്യങ്ങളാണ്. ഇങ്ങനെ ശിഷ്യോപദേശങ്ങൾ, സാധകന്മാരെ നയിക്കൽ, ഇതെല്ലാമായി ആ ജഗദ്ഗുരു പോരാ. ഈ ചെയ്ത ധർമ്മ സംസ്ഥാപന പ്രവർത്തനത്തിന് സ്ഥായീഭാവം വേണം. അത് നിലനിൽക്കണം, പരമ്പരയാ പ്രചരിക്കണം. അവിടെയാണ് മഠസ്ഥാപനങ്ങൾ വരുന്നത്. മഠസ്ഥാപനങ്ങൾ യാതൊരു ഗതാഗത സൗകര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം പരിമിതമായിരുന്ന കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട മഠങ്ങളുടെ സ്ഥാനങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കും. ഈ പറയുന്നതിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് എടുത്താൽ പോരാ, ഏഷ്യയുടെ മാപ്പെങ്കിലും വേണം. ജംബുദ്വീപത്തിന്റെ മാപ്പ്, ഏഷ്യയുടെ മാപ്പെങ്കിലും വേണം. എന്നിട്ട് ചെയ്യേണ്ടത് 4 മഠങ്ങളെ രേഖപ്പെടുത്തുക. ദക്ഷിണ ഭാരതത്തിലേക്ക് വേണ്ടി സ്ഥാപിച്ച ശൃംഗേരിയെയും ഉത്തര ഭാരതത്തിലേക്ക് വേണ്ടി സ്ഥാപിച്ച ജ്യോതിർമഠത്തെയും ഒരു നേർരേഖ വരച്ച് ബന്ധിപ്പിക്കുക. പൂർവ്വ ഭാരതത്തിലേക്ക് വേണ്ടി സ്ഥാപിച്ച പുരി ഗോവർദ്ധന പീഠത്തെയും പശ്ചിമ ഭാരതത്തിലേക്ക് വേണ്ടി സ്ഥാപിച്ച ദ്വാരക ശാരദാമഠത്തെയും നേർരേഖ കൊണ്ട് ബന്ധിപ്പിക്കുക. അവ കൂട്ടിമുട്ടുന്ന കോണ് എത്ര ഡിഗ്രിയാണെന്നൊന്ന് നോക്കുക. സ്വാമി 91 ഉണ്ട് എന്നാലും പറഞ്ഞേക്കരുത്, 90 ഡിഗ്രിയാണ്. 1 ഡിഗ്രിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഇനിയാണ് അടുത്ത പരിപാടി. ഈ മഠം മുതൽ 2 രേഖകളും കൂട്ടിമുട്ടുന്ന ബിന്ദു ഉണ്ടല്ലോ, അത് റേഡിയസ് ആക്കിയിട്ട് വൃത്തം വരയ്ക്കും. 4 വൃത്തം. അഖണ്ഡ ഭാരതമാണ്. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുക. ഈ മഠങ്ങളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച 2 രേഖകൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവെ റേഡിയസ് ആക്കിക്കൊണ്ട് വൃത്തങ്ങൾ വരച്ചാൽ ആ 4 വൃത്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം അഖണ്ഡ ഭാരതമാണ്. ഇന്നത്തെ ചൈനയുടെ കുറെ ഭാഗം വരും, റഷ്യയുടെ കുറെ ഭാഗം വരും, പിന്നെ അഫ്ഗാനിസ്ഥാൻ ഒന്നും പറയേണ്ടതില്ല, ബംഗ്ലാദേശ് പറയേണ്ടതില്ല, പാകിസ്ഥാൻ പറയേണ്ടതില്ല. ഇതൊന്നും ഇപ്പൊ പറഞ്ഞിട്ടും കാര്യമില്ല, അത് വേറെ വിഷയം, അതുകൊണ്ട് പറയേണ്ടതില്ല. പക്ഷേ ആ ഒരു ധിഷണ സങ്കല്പിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ ഒന്ന് ദർശനങ്ങളുടെ ഏകാന്വയിത്വം, 2 ദേവതോപാസനയിൽ വൈരുദ്ധ്യമില്ലെന്നുള്ളത്, വേദത്തിന്റെ പരമ താല്പര്യം ഏകവും അദ്വിതീയവുമാണെന്നുള്ളത് ഭഗവാൻ ഭാഷ്യകാരൻ സ്ഥാപിച്ചു. അതിന്റെ പിന്തുടർച്ചയ്ക്ക് വേണ്ട വ്യവസ്ഥയും ചെയ്തു. പൂർത്തിയായി. ഏത് ദൗത്യ നിർവഹണത്തിന് വന്നോ ആ ദൗത്യ നിർവഹണം പൂർത്തിയായി. ഇനി ഇരിക്കാൻ പറ്റില്ല, ഇനി ഇരിക്കേണ്ടതുമില്ല. അവിടെ 32ാമത്തെ വയസ്സിൽ ശരീരത്തെ ഉപേക്ഷിച്ചു. മഠസ്ഥാപനം ചെയ്ത് ശിഷ്യരെ മഠങ്ങളിൽ അവരോധിച്ച് അനന്തരം കേദാർനാഥത്തിന് മുകളിലേക്ക് അങ്ങോട്ട് ഹിമാലയത്തിൽ ആരോഹണം ചെയ്തു പോയി എന്നാണ് നമ്മൾ പരമ്പരാഗതമായി സ്വീകരിച്ച് അംഗീകരിക്കുന്നത്. ആ സ്ഥാനം ഇപ്പോഴും ശങ്കരാചാര്യ ഗമിച്ച മുകളിലേക്ക് ഗമിച്ച സ്ഥലം എന്ന രൂപത്തിൽ മുകളിലേക്ക് ഗമിച്ചു ആകാശത്തേക്ക് പോയി എന്നൊക്കെ ചിലർ പറയും. അങ്ങനെയല്ല, മലയിലാണ് കയറി 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 അങ്ങോട്ട് പോയി. കാരണം തനിക്ക് ചെയ്യാനുള്ള കർത്തവ്യം ചെയ്ത് കഴിഞ്ഞു. ഇത് ഇത്രയും ചെയ്തു വെച്ചു അവിടെ. ഈ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ 32 വയസ്സ് ദേഹത്തിനാകുമ്പോൾ ഉപേക്ഷിതമായ ആ ദേഹം കൊണ്ട് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധാപൂർവം പഠിക്കുക, ഭാഷ്യങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കുക. അപ്പൊ കാണാം ആ ധിഷണയുടെ മഹത്വം. അന്ന് ആ പ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ? നമ്മൾ കലഹിച്ച് നശിക്കുമായിരുന്നു, സംശയമില്ല.
പക്ഷേ നമ്മൾ കാലഗതിക്കനുസരിച്ച് ഭഗവാൻ ഭാഷ്യകാരനെ കുറിച്ച് ഇന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ആ സന്ദേശത്തെ മാറ്റണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ പ്രവർത്തനത്തെ വിമർശിക്കരുത്. കാരണം ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മഹാപുരുഷൻ പ്രവർത്തിക്കുന്നത് ആ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിലാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത് ആ കാലഘട്ടത്തിന്റെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. അങ്ങനെയല്ലാതെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി വിമർശിക്കുന്ന സമ്പ്രദായം ഇന്ന് കാണുന്നുണ്ട്, വളരെയധികം കാണുന്നുണ്ട്. ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വെച്ചിട്ട് ഒരു പ്രസംഗത്തിൽ ശങ്കരാചാര്യര് ഈ സവർണന്മാരുടെ സംസ്കൃതത്തിലാണ് കൃതികളൊക്കെ എഴുതിയത്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന പച്ച മലയാളത്തിൽ, എന്ത് ഭാഷയിൽ? പച്ച മലയാളം. മലയാളത്തിന് പച്ച ഇല്ലാത്തത്, അത് ശ്രദ്ധിക്കുക. പച്ച മലയാളത്തിൽ കൃതികൾ എഴുതി. അതാണ് ശ്രീനാരായണ ഗുരുവും ശങ്കരാചാര്യരുള്ള വ്യത്യാസം. ഒരാളെ പുകഴ്ത്താൻ മറ്റൊരാളെ ഇകഴ്ത്തുക. ഒരാളെ ഇകഴ്ത്തിയിട്ട് വേണം ഒരാളെ പുകഴ്ത്താൻ. ഇനി പറഞ്ഞവര് ശ്രീനാരായണ ഗുരുദേവന്റെ സുന്ദരങ്ങളായ സംസ്കൃത കൃതികളെ പഠിച്ചിട്ടുണ്ടോ? 2, മലയാളത്തിൽ പറഞ്ഞാൽ എത്ര ചുരുക്കം ജനങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. ചെറിയൊരു ഠ വട്ടത്തിൽ മനസ്സിലാവും, ഠായും ഇല്ല. അത്ര ചെറിയൊരു സ്ഥലത്ത് മാത്രമേ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എന്നാൽ ലോകം മുഴുവൻ അറിയേണ്ടുന്ന, അറിയിക്കേണ്ടുന്ന, അറിയുന്ന ഭാഷ, വേദങ്ങൾ പ്രകടമായ ഭാഷ, ആചാര്യന്മാർ വേദങ്ങളെ വ്യാഖ്യാനിച്ച ഭാഷ. ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ വളരെ പരിമിതമായ ദൃഷ്ടിയോടുകൂടിയവരായി പോകുന്നുണ്ട്. അത് മാറി ഓരോ ആചാര്യനെയും ആ ആചാര്യൻ ചെയ്ത മഹത്വപൂർണമായ പ്രവർത്തനത്തെ ആ കാലഘട്ടത്തിന്റെ സവിശേഷതകളെ ഉൾക്കൊണ്ടുകൊണ്ട് വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. 1. 2, നമ്മുടെ ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിന്റെ സവിശേഷതകളിലേക്ക് ആ സന്ദേശത്തെ സമന്വയിപ്പിക്കാൻ സാധിക്കണം. അന്ന് ചെറിയ ഉദാഹരണത്തിന് ഭഗവാൻ ഭാഷ്യകാരന്റെ കൃതികൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി വരുന്ന പൂർവപക്ഷി ബൗദ്ധനാണ്. ബൗദ്ധനിലെ ശൂന്യവാദി. ബൗദ്ധനിലെ ക്ഷണികവാദിയേക്കാൾ കൂടുതൽ ആചാര്യസ്വാമികൾ വിമർശിക്കുന്നത് ബൗദ്ധനിലെ ശൂന്യവാദിയെയാണ്. കാരണം അതാണ് നാസ്തികത്തിലേക്ക് പോകുന്നത്. പിന്നെ ഈശ്വര നിഷേധം മുന്നോട്ട് വയ്ക്കുന്ന സാഖ്യം. സാഖ്യദർശനം പൂർണ്ണമായിട്ട് വിമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഭഗവാൻ ഭാഷ്യകാരൻ സാഖ്യത്തിൽ നിന്ന് ഒരുപാട് ആശയങ്ങളെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചെഴുതിയിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ഗീതാഭാഷ്യം വായിച്ചു നോക്കാം. ഈശ്വര നിഷേധപരമായ സിദ്ധാന്തത്തെ എതിർത്തു, നിശ്ചിതമായി വിമർശിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആ ഭാഷ്യത്തിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ബൗദ്ധത്തെയും സാഖ്യത്തെയും അല്ല വിമർശിക്കേണ്ടത്. മറിച്ച് ഈ വേദകൽപ്പതരുവെ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതിനെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരുടെ ഉദ്ദേശങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, പ്രചരണങ്ങൾ, അതിന് വേണം നമ്മൾ പൂർവപക്ഷികളായിട്ട് വെക്കേണ്ടത്. അതെ, ഇത് പക്ഷെ പറഞ്ഞാൽ പോലും സ്വീകരിക്കാൻ പലർക്കും സാധിക്കാത്തൊരു കാലഘട്ടം. 2 കൂട്ടർക്കും. ഒന്ന്, ശങ്കരാചാര്യസ്വാമികളെ 2 പ്രാവശ്യം വിമർശിച്ചാലേ ഉറക്കം വരും എന്നുള്ള ആൾക്കാരുണ്ട്. അവർക്കത് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാകില്ല. ശങ്കരാചാര്യസ്വാമികളെ കുറിച്ച് കൊഴുത്തിയാലേ ഉറക്കം വരും എന്നുള്ള ആൾക്കാരും ഉണ്ട്. അതെ, 2 കൂട്ടരും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് വിഷമാണ്. ഒരു ദിവസം സന്യാസിമാരുടെ ഒരു ഒത്തുചേരൽ മറ്റെല്ലാവർക്കും വരാമായിരുന്നു. പക്ഷെ മുഖ്യമായി ഭഗവാൻ ഭാഷ്യകാരന്റെ കൃതികളെ സംബന്ധിച്ചുള്ള പ്രൗഢങ്ങളായ ചർച്ചകൾ നടക്കുന്ന ഒരു വിദ്വൽ സദസ്സാണ്, സാമാന്യ സദസ്സല്ല. അവിടെ വെച്ച് ബ്രഹ്മസൂത്രത്തെ കുറിച്ചായിരുന്നു നമ്മുടെ ഭാഷണം. നമ്മൾ പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ, ഈ ആശയങ്ങളൊക്കെ ഭാഷ്യത്തോട് നീതി പുലർത്തിക്കൊണ്ട് പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ദ്വൈതികളെന്നും വിശിഷ്ടദ്വൈതികളെന്നും മറ്റും പറഞ്ഞ് കലഹിക്കുകയല്ല വേണ്ടത്. മറിച്ച് ദ്വൈതിയും അദ്വൈതിയും വിശിഷ്ടദ്വൈതിയും എല്ലാം വരുന്നത് ഒരു വേദ കൽപ്പവൃക്ഷത്തിന്റെ കീഴിലാണ്. ആ
അതിനെ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ അവശ്യ കർത്തവ്യം. കാരണം അത്രയ്ക്കധികം പ്രതിയോഗികൾ ശക്തമായി എല്ലാ സന്നാഹങ്ങളോടും കൂടി ഇതിനെ നശിപ്പിക്കാനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിപൂർവകമായിട്ട്. അല്ലാതെ പഴയ രീതിയിലുള്ള അക്രമം വഴിക്കൊന്നുമല്ല, വളരെ ബുദ്ധിപൂർവകമായിട്ട്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നാൽ എന്നാളൊരു വിദ്വാൻ ശങ്കരാചാര്യ വളരെ നിശിതമായി പ്രസംഗിച്ചുകൊണ്ട്, വളരെ നിശിതമായി പ്രസംഗിച്ചു. ആരെ പേരൊന്നും ചോദിക്കരുത്, കേരളത്തിൽ തന്നെയാണ്. അദ്ദേഹം വേദം സംഹിതയെ മാത്രമാണ് പുകഴ്ത്തുന്നത്. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ശാങ്കരകൃതികൾ മുഴുവൻ വായിച്ച് പഠിച്ചിട്ടുണ്ടോ? ശാങ്കരകൃതികളെ പഠിക്കാതെ പൂർവപക്ഷത്വേന ശങ്കരാചാര്യനെ വിമർശിച്ചുകൊണ്ടുള്ള കൃതികളെ മാത്രം പഠിച്ചിട്ടാണോ നിങ്ങൾ വിമർശിക്കുന്നത്? ദയവ് ചെയ്ത് ആചാര്യന്മാരെ വിമർശിക്കുന്നത് നിർത്തുക. ഒരാചാര്യനെയും വിമർശിക്കരുത്. കാരണം സകല ആചാര്യന്മാരും ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കുമ്പോൾ വിരുദ്ധതയോ മറ്റും തോന്നിയേക്കാം. പക്ഷെ അവര് ജീവിച്ച കാലഘട്ടത്തിൽ ആവശ്യമുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള സന്ദേശങ്ങൾ. അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊണ്ട് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് അവയെ സ്വീകരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഇത് പറയേണ്ടതായിട്ട് തോന്നുന്നു. അപ്പൊ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ വൈരുദ്ധ്യങ്ങളുടെ ദൃഷ്ടി നമ്മൾ മാറ്റി സമന്വയത്തിന്റെ ദൃഷ്ടി സ്വീകരിക്കണം. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചൊരു വിഷയമാണ്. കഥയല്ല ഇത്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഹിന്ദു ദിനപത്രത്തിൽ ദ്വൈത സമ്പ്രദായത്തിൽപ്പെട്ടവര് അദ്വൈതികളെ വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യം കൊടുത്തു. ശാസ്ത്രാർത്ഥത്തിൽ, വാഗ്വാദത്തിൽ സന്യാസിമാരെ, പ്രത്യേകിച്ച് ശങ്കര പരമ്പരയിലുള്ള സന്യാസിമാരെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് പരസ്യം കൊടുത്തു. ആരും സ്വീകരിച്ചില്ല. ആർക്കപ്പതില്ല. കാരണം അത് ജയിച്ചാൽ കിട്ടുന്ന സമ്മാനം 1,00,000 രൂപ. 1,00,000 പാർക്കാപ്പ താല്പര്യമുള്ളത്. പിന്നെ ജയിക്കുക തോൽക്കുക എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ് വാഗ്വാദത്തിൽ. അതിനല്ലല്ലോ വേദാന്തം. അത് സ്വാനുഭൂതിയാണ്, അത് സ്വന്തം കൃതാർത്ഥതയാണ്, അവനവന്റെ ആന്തരികമായ ആനന്ദപ്രാപ്തിയാണ്. അല്ലാതെ മറ്റൊരാളോട് വാദിക്കാനും ജയിക്കാനും തോൽക്കാനും തോൽപ്പിക്കാനും അല്ല വേദാന്തം. അത് സാക്ഷാത്കാരമാണ്, അത് ആനന്ദ അനുഭവമാണ്. അത് മറ്റൊരാൾക്ക് ഉയർത്തി കാണിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ആരും സ്വീകരിച്ചില്ല. അങ്ങനെ പിന്നീട് പ്രയാഗ വെച്ച് നടന്ന കുംഭമേളയില്, പ്രയാഗ കുംഭം വരാൻ പോവാണ് അടുത്ത കൊല്ലം, അടുത്തതിന് പിറ്റത്തെ കൊല്ലം, വളരെയധികം നോട്ടീസുകൾ പ്രചരണം ചെയ്യപ്പെട്ടു. വളരെയധികം നോട്ടീസുകൾ ഈ വെല്ലുവിളി ആവർത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഈ ശങ്കര പരമ്പരയുടേതായ സമ്പ്രദായത്തിലുള്ള ആശ്രമങ്ങളിലെ ഈ മണ്ഡലികളിലും ഒക്കെ ഈ നോട്ടീസ് എത്തി. അത് കഴിഞ്ഞു സന്യാസിമാർ കുറെ പേരൊക്കെ കൂടി ആലോചിച്ച്, ഇത് ഇങ്ങനെയായാൽ ശരിയാവുമോ? നമുക്കിപ്പോൾ ജയിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഇതിങ്ങനൊരു വളരെ അപഹസിക്കുന്ന രൂപത്തിലുള്ള നോട്ടീസൊക്കെ അടിച്ച് ഇങ്ങനെ ഇറക്കുക പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഇതിന് മറുപടി പറയണ്ടേ എന്ന് ആലോചിച്ചു. അങ്ങനെ പരംപൂജനീയ കാശികാനന്ദ ഗിരിസ്വാമികൾ ഇതിന് മറുപടി പറയാൻ തയ്യാറായി. സ്വാമിജി ഇവരുടെ ഈ വെല്ലുവിളിക്ക് മറുപടി അയച്ചു. അതൊന്ന് വായിക്കേണ്ടതാണ് നമ്മൾ. അദ്വൈത വിജയ വൈജയന്തി എന്നുള്ള പേരിൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാമിജി പറഞ്ഞു, ഇങ്ങനെ അദ്വൈതികളെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളിറക്കിയ ഈ പത്രിക വായിക്കാനിടയായി. അതിൽ 22ഓളം വ്യാകരണ തെറ്റുകളുണ്ട്. ഒറ്റ നോട്ടീസിൽ 22ഓളം വ്യാകരണ തെറ്റുകൾ ഒറ്റ നോട്ടീസിലുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങളോട് ഞാൻ എന്താ തർക്കിക്കാൻ വരുള്ളൂ എന്നാണ് അതിന്റെ ധ്വനി. പിന്നെ ഇന്ന് നമ്മൾ ദ്വൈതികളും അദ്വൈതികളും കലഹിക്കേണ്ട കാലമല്ല. വളരെ വലിയ, സ്വാമിജി എഴുതിയതാണ് പറയണത്, വളരെ വലിയൊരു പഴയ കപ്പൽ നടുക്കടലിലുണ്ട്. അതിലൊരുപാട് യാത്രികരുണ്ട്. അവർക്കൊക്കെ മറുകരയ്ക്ക് പോകേണ്ടതാണ്. ആ കപ്പലിന്റെ ചുറ്റും ആധുനിക യന്ത്ര
സജ്ജീകരണങ്ങളുള്ള വാഹനങ്ങളിൽ, കവചിത വാഹനങ്ങളിൽ ഇതിനെ ആക്രമിക്കാൻ വേണ്ടി ആയുധങ്ങളുമായി തയ്യാറായി 4 പാടും ആൾക്കാർ നിൽക്കുന്നുണ്ട് ഈ കപ്പലിനെ നശിപ്പിക്കാൻ വേണ്ടി. ആ സമയത്ത് ഈ കപ്പലിന്റെ നടുക്കൊരു ദ്വാരം വീണിട്ടുണ്ട്. ആ ദ്വാരത്തിലൂടെ കടൽ വെള്ളം അടിച്ച് കയറുകയാണ് മുകളിലേക്ക്. ആ സമയത്ത് ഇതിനുള്ളിലുള്ളവര് ഇതൊന്ന് കൈകൊണ്ട് അടയ്ക്കേണ്ടതിന് പകരം പരസ്പരം എഴുതിക്കൊണ്ടുക. വല്ലാത്തൊരു ചിത്രമാണ് സ്വാമിജി വരച്ചു കാണിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പൂർവമീമാംസകരും ഉത്തരമീമാംസകന്മാരും, ദ്വൈതികളും അദ്വൈതികളും, ശൈവന്മാരും വൈഷ്ണവന്മാരും ഒക്കെ കലഹിക്കല്ല വേണം. നമ്മളെല്ലാം ഒത്തൊരുമിച്ച് ഈ ദ്വാരം ഒന്ന് അടച്ചു പിടിക്കുക. എന്നിട്ട് ഇന്ന് നശിപ്പിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നവരോട് എതിർക്കാൻ എന്താണ് വഴി എന്നുള്ളത് ഒന്നിച്ചു നോക്കുക. ഇതാണ് വേണ്ടത്. എങ്കിലും നിങ്ങൾ വെല്ലുവിളിച്ചിരിക്കുന്നുവല്ലോ. എൻ്റെ ഗുരുനാഥന്മാരുടെയും മറ്റ് സഹോദരന്മാരുടെയും ആജ്ഞ മാനിച്ച് ഞാൻ നിങ്ങളോട് തർക്കത്തിന് തയ്യാറാണ്. 1 ലക്ഷം രൂപയൊന്നും വേണ്ട, പൈസ ഒന്നും എനിക്ക് വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹന ടിക്കറ്റ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അവിടെ ചർച്ചാ വിഷയം ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്നുള്ളതായിരുന്നു. തർക്കം പകുതിയായപ്പോൾ തന്നെ ദ്വൈതികള് കസേരയൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങി. എന്നുവെച്ചാൽ അങ്ങനെയാണല്ലോ, ശാസ്ത്രീയമായിട്ട് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല വെച്ചാൽ പിന്നെ ആക്രോശിച്ച് ജയിക്കുക എന്നുള്ളതാണല്ലോ വഴി. അപ്പൊ അങ്ങനെ ഉണ്ടായി, അവിടെ നിൽക്കുകയും ചെയ്തു. അതൊക്കെ അപ്പം വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഓർമ്മിക്കേണ്ടത് ഇതാണ്. വിവിധ പക്ഷികളായി കലഹിക്കുകയല്ല, മറിച്ച് ഇതിന്റെ എല്ലാം സാരം എവിടെയാണ് നിലകൊള്ളുന്നത്. ഒരു വൃക്ഷമാണെങ്കിൽ ഇല വേണം, പൂവ് വേണം, കൊമ്പ് വേണം, കായ വേണം, എല്ലാം വേണം. ഒരു പൂന്തോട്ടമാണെങ്കിൽ, ഒരു വനമാണെങ്കിൽ ഒരു വൃക്ഷം പോരാ. ഒരു വൃക്ഷം മാത്രം മതിയിച്ചാൽ അത് വനമല്ല, അത് തോപ്പാണ്, തോട്ടമാണ്. ശ്രദ്ധിക്കുക. വനം സുന്ദരമാണ്, ശീതളമാണ്, സുഖതമാണ്, ശ്യാമളമാണ്. തോട്ടങ്ങൾ ശ്യാമളങ്ങളാണ്, പക്ഷേ അത്ര സുന്ദരമോ ശീതളമോ അല്ല. എന്തുകൊണ്ട്? വനത്തിൽ ജൈവ വൈവിധ്യങ്ങൾ പരസ്പരം തോളോട് തോൾ ചേർന്ന് സഹവസിക്കുകയാണ്. അവിടെ മുള്ളുള്ള ചെടിയുണ്ട്, പൂവുള്ളതുണ്ട്, പൂവില്ലാത്തതുണ്ട്, വള്ളിപ്പടർപ്പുണ്ട്, വൻവൃക്ഷങ്ങളുണ്ട്, പലതുണ്ട്. ഒന്നിച്ച് സഹവസിക്കുന്നു. ഒന്നിച്ച് സഹവസിക്കുന്ന വനം സുന്ദരവും ശീതളവുമാണ്. അതാണ് സംസ്കാരത്തിന്റെ, ധർമ്മത്തിന്റെ മഹത്വം. അതിലെ വൃക്ഷങ്ങളെ വേരോടുകൂടെ പിഴുതെടുത്ത് ഏകപടത്തോട്ടം വെച്ച് പിടിപ്പിച്ചാലോ? മാന്തോട്ടം തണുപ്പുള്ളതാണ്. യൂക്കാലിപ്റ്റസ് തോട്ടം അങ്ങനെയൊക്കെ നശിപ്പിക്കുന്നതാണ്. മുളം തോട്ടം, അക്കേഷ്യ തോട്ടം, അതൊരിക്കലും വനമല്ല. വേദകൽപ്പതരുവിൽ വൈവിധ്യങ്ങളുണ്ട്. ആ വൈവിധ്യങ്ങളുടെ മുഴുവൻ അന്തർധാര എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൽ അന്തർഭവിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളെ ആദരിക്കാൻ ശീലിക്കുക. പ്രത്യക്ഷത്തിൽ ഇവ വിരുദ്ധമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹ്രസ്വദൃഷ്ടി കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. കാരണം സമ്യജ്ഞാനികളായ ആചാര്യന്മാര് വിരുദ്ധതയെ പറയില്ല, വിവിധതയെ പറയും. വിവിധത ആവശ്യമുണ്ട്, അതിനെ ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാനുള്ള വിശാലതയുണ്ടാവുക. ഈ ദൃഷ്ടിയോടുകൂടി നമ്മൾ ശാസ്ത്രത്തെ പഠിക്കുക, ശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുക, ശാസ്ത്രരക്ഷണം ചെയ്യുക. ഇത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അത്യാവശ്യകതയാണ്. ഏതായാലും ഈ അത്യാവശ്യകതയെ ഉൾക്കൊണ്ട വിധത്തിലാണ് ഇവിടെ ഈ 75 ദിവസങ്ങളിലെ പ്രഭാഷണങ്ങളിൽ നമ്മൾ കണ്ടെടുത്തോളം വിഷയങ്ങളും വ്യക്തികളും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പല ചിന്താധാരകൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. പലപ്പോഴും വിവിധത ഉണ്ടാവും. ഹ്രസ്വദൃഷ്ടിയ നോക്കിയ വിരുദ്ധതയും കണ്ടേക്കാം. പക്ഷെ അതൊക്കെ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ, വൈദിക ധർമ്മത്തിന്റെ അവശ്യം ഭാവികളാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നേടാൻ സാധിക്കണം. അത് നേടാൻ ഉതകുന്ന പദ്ധതിയാണ് ഈ 75 ദിവസവും ഇവിടെ വെച്ചിട്ടുള്ളത്. 75 ദിവസത്തെ പദ്ധതി നമുക്കറിയില്ല, 22 ദിവസം മറ്റോ ഉള്ള പദ്ധതികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ വളരെ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. വെറുതെ പറയണ സ്വഭാവം നമുക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം. അതിന്റെ തുടക്കത്തിലെ ദിവസം തന്നെ ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ചൊരു ചിന്ത വെച്ചതിൽ
വളരെ സന്തോഷമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ ആ എന്താ പറയേണ്ടത്, വിവാദസേവ നിക്ഷിപ്യ വിവാദോദ്ഭവ കാരണം. വിവാദം ചെയ്യുന്നവർക്ക് ആ വിവാദത്തിന്റെ ഉദ്ഭവ കാരണത്തെ അങ്ങോട്ട് കൊടുത്തിട്ട് തൈഹി സംരക്ഷിത സദ്ബുദ്ധി, അവയാൽ നല്ലപോലെ സംരക്ഷിക്കപ്പെടുന്ന സദ്ബുദ്ധിയായ നമ്മള് സുഖം വത്സ്യാമി, സുഖമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആചാര്യനുണ്ടല്ലോ. ആ ആചാര്യന്റെ ചിന്താധാരയാണ് നമുക്കിന്ന് അത്യാവശ്യം. അല്ലാതെ മാണ്ഡൂക്യ കാരികാകാരൻ പറഞ്ഞതുപോലെ ഈ എന്താ പറയേണ്ടത്, സ്വന്തം സിദ്ധാന്തത്തിന്റെ വ്യവസ്ഥയിൽ മാത്രം താല്പര്യത്തോട് കൂടിയവര് കട്ടിപ്പിടി കൂടുന്നുണ്ട്. ഞാൻ പറയുന്നത് മാത്രം ശരി, മതമാണോ? അപ്പൊ നമ്മൾ ഇസ്ലാം മതം പോലെയായി, നമ്മൾ ക്രിസ്തു മതം പോലെയായി. ഞാൻ പറയുന്നത് മാത്രം എന്നുള്ളത് അതല്ല വൈദിക ധർമ്മം. ഇവിടെ മതം ഉണ്ടെങ്കിൽ ആ മതം മനനത്തിൽ നിന്ന് നിഷ്പന്നമായ ജ്ഞാനമാണ്. അത് മറ്റേ മതസമാനമല്ല. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഭാഷ്യകാരന് പറഞ്ഞൊരു ഉപമയുണ്ട്. ആമിഷാർത്ഥിനൈവ പ്രാണിന, മാംസം വേണ്ട ജന്തുക്കൾ പരസ്പരം കട്ടിപ്പിടി കൂടുന്നത് പോലെ കട്ടിപ്പിടി കൂടി തൻ്റെ സിദ്ധാന്തം കേമെന്ന് സമർത്ഥിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് ഇതിൻ്റെ എല്ലാം അന്തർധാരയുണ്ടല്ലോ. സൂത്രയെ മണിഗണായിവ എന്നുള്ള ആ സൂത്രം, മണിഗണങ്ങളെ ചേർത്ത് നിർത്തുന്ന സൂത്രം, ആ സൂത്രത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ബലപ്പെടുത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ ദൗത്യം നമ്മൾ നല്ലപോലെ ഏറ്റെടുക്കുമ്പോൾ സംശയമൊന്നുമില്ല, നമ്മൾ ഓരോരുത്തരും ഈ ധർമ്മത്തിൻ്റെ പ്രചാരകന്മാരും സംസ്ഥാപകന്മാരും ആവും. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഭാഷ്യകാരൻ്റെ കൃതികളിലേക്കൊന്നും വിശേഷമായി പ്രവേശിച്ചിട്ടില്ല. പ്രവേശിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, എത്ര പറഞ്ഞാലും തീരില്ല. വീണ്ടും പറയാം. ഏതെങ്കിലും കൃതികളിലേക്കോ പ്രവേശിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്തേ ഉദ്ദേശിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ചു, കുറേ പ്രസംഗം ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പ്രത്യേകിച്ചും സാധാരണ മനുഷ്യതലത്തിൽ ഒരു 45 മിനിറ്റൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും പൊതുവെ. പിന്നെ നല്ലോണം അനുഷ്ഠാനമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ 1.5 മണിക്കൂറൊക്കെ സാധിക്കില്ല എന്ന് പറയണില്ല. അത്ര നിശ്ചിതമായി നിയമേന അനുഷ്ഠാനമൊന്നും ചെയ്യാത്തവർക്ക് അത് 45 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ മനസ്സ് വേറെ വഴിക്ക് പതുക്കെ പോകാൻ തുടങ്ങും. പിന്നെ എന്താക്കാൻ 2-3 മണിക്കൂർ പ്രസംഗിച്ചു എന്നൊക്കെ പറയാം, അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ പറയും. നമ്മുടെ ഇടയ്ക്ക് ഒരു ഔപചാരികതയുടെ ആവശ്യമില്ല, നമ്മൾ 2 അല്ല 1. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ചോദിക്കാം. അറിയുന്നതാണെങ്കിൽ സമാധാനം പറയും, അറിയില്ലെങ്കിൽ സന്തോഷം. അതാണ് നമ്മുടെ പാരമ്പര്യം. അറിയുന്നതാണെങ്കിൽ യദി വിജ്ഞാസ്യാമഃ സർവം ഭവോ വക്ഷ്യാമഃ. അതല്ലേ ഇപ്പൊ പറഞ്ഞതോടുകൂടി, അതാണിപ്പോ പറഞ്ഞത്. അതിപ്പോ എവിടം വരെ പോകുന്നു എന്നറിയോ? നോക്കൂ, ഇന്ന് സനാതന ധർമ്മത്തിന് ഒട്ടനവധി ആചാര്യന്മാരുടെ, ആ ആചാര്യന്മാരിൽ നൈഷ്ഠിക ബ്രഹ്മചാരിമാരുണ്ട്, ഗൃഹസ്ഥന്മാരുണ്ട്, സന്യാസിമാരുണ്ട്. എല്ലാ തരത്തിലും പെട്ട ആചാര്യന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വലിയൊരു ഉയർച്ച കൈവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. സനാതന ധർമ്മ വ്യവസ്ഥയിൽ വലിയൊരു ഉയർച്ച കൈവന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഒട്ടും സംശയമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വളരെ പരിമിതങ്ങളായ വിഭാഗങ്ങളായി കലഹിക്കുന്ന സമ്പ്രദായങ്ങൾ, ഒരു സെക്ടേറിയൻ സമ്പ്രദായം ഇന്ന് വളർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഗുരു കുറെ ശിഷ്യന്മാരും, ഒരാശ്രമവും കുറെ ഭക്തന്മാരും. വേണ്ടാന്നല്ല, പക്ഷെ മറ്റൊന്നിനെ ആദരിക്കാത്ത വിധത്തിൽ, മറ്റൊന്നിനെ അംഗീകരിക്കാത്ത വിധത്തിൽ ഇത് വളരെയധികം കാണുന്നുണ്ട്. അത് ഏതൊക്കെ നിലയ്ക്കാണെന്ന് ചോദിച്ചാൽ വളരെയധികം ഉണ്ട്. ഒരു ദിവസം ഞങ്ങളെ കുറച്ചുപേര് ഒന്നിച്ചിരിക്കുക, ഒരു 3-4 കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ കുറച്ചുപേരെന്ന് പറഞ്ഞാൽ എല്ലാവരും കാഷായം ധരിച്ചവരാ. ഈ സമയത്ത് അറ്റത്ത് ഇരിക്കുന്ന സ്വാമിയെ
ഒരാള് നമസ്കരിച്ചിട്ട് പതുക്കെ ചോദിച്ചു, വളരെ പതുക്കെ ചോദിച്ചു, അത് നമ്മുടെ സ്വാമിയാണോ? ഇയാള് പറഞ്ഞു അല്ല. അയാളങ്ങ് പോയി. ഈ വന്ന ആള് ചിദാനന്ദപുരി സ്വാമിയെ നമസ്കരിച്ചാൽ ചിദാനന്ദപുരി സ്വാമിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. ലാഭമുണ്ടോ? ഇല്ല. എന്താ ലാഭമുണ്ടോ? ഇല്ല. നഷ്ടമുണ്ടോ? അതുമില്ല. അയാൾ നമസ്കരിച്ച അയാൾക്ക് വ്യായാമമായി, നമുക്കൊന്നുമില്ല. നമുക്കെന്താ ഉള്ളത്? പക്ഷേ അത് നമ്മുടെ സ്വാമിയാണോ? അല്ല. അപ്പൊ നമ്മുടേതല്ലാത്തതെന്ന് വേർതിരിക്കുന്ന ഈ സെക്ടോറിയൻ സമ്പ്രദായം ഇന്നൊരു മഹാരോഗമായിട്ട് നമുക്കിടയിൽ വ്യാപിക്കുന്നുണ്ട് വളരെയധികം. ഒരു ദിവസം നമ്മളൊരു പ്രഭാഷണം കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുക. രാത്രി വളരെ വൈകിട്ടുണ്ട്, കോഴിക്കോട് കൂടെ പാസ് ചെയ്യുന്നു. അവിടെ അരയടത്ത് പാലം ജംഗ്ഷനിൽ ഒരു എക്സ് എന്നുള്ളൊരു ആചാര്യന്റെ വലിയൊരു കട്ടൗട്ട് ഉണ്ട് വെച്ചിട്ട്. പിറ്റത്തെ ദിവസം ഒരു 3-4 ദിവസം നീണ്ടുന്ന പ്രഭാഷണ പരമ്പര ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ട് അതിൽ പോകുന്നുണ്ട്. പിറ്റത്തെ ദിവസം വൈ എന്ന് പറഞ്ഞ ആചാര്യന്റെ കട്ടൗട്ട് ഇപ്പുറത്ത് അതിന്റെ ഭക്തന്മാർ വെക്കുന്നുണ്ട്. അപ്പൊ അവര് വെച്ചത് ഒരു 2 അടി പൊന്തിയിട്ട മറ്റേനേക്കാൾ. രണ്ടും തമ്മിൽ ഒരു 10-30 മീറ്റർ അകലുണ്ട് കേട്ടോ. നമ്മൾ കൂടെ ഉള്ളവരോട് പറഞ്ഞോ, അല്ലേ നോക്കിക്കോ, നാളെ അവരിത് പൊക്കി വെക്കും, ഉറപ്പാ. പറഞ്ഞ പോലെ സ്വാമി വല്ല ജ്ഞാനിയാണല്ലോ. പറഞ്ഞ പോലെ പിറ്റത്തെ ദിവസം ഈ എക്സിന്റെ കട്ടൗട്ട് 2-3 മീറ്റർ പൊക്കിയിട്ടാണ് പിറ്റേ നോക്കുന്നത്, കഷ്ടപ്പെട്ടിട്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. വലിയൊരു വിപത്താണ്. ഈ വിപത്ത് നമുക്കുണ്ടാവരുതെങ്കിൽ, നമ്മൾ ഇതിന് വിഷയമാവരുതെങ്കിൽ കുറേയും കൂടി ഉയർന്നു ചിന്തിക്കാനും നേരത്തെ പറഞ്ഞ സൂത്രം അതേതാണെന്ന് തിരിച്ചറിയാനും സാധിക്കണം. ശരിയായ ശാസ്ത്ര സ്വാധ്യായത്തിലൂടെ ശ്രൗത ബുദ്ധിയെ ഉൾക്കൊള്ളാൻ കഴിയണം. ശ്രൗത ബുദ്ധി ഉണ്ടായോ എന്നാ പ്രശ്നമല്ല. അങ്ങനെയാ, അങ്ങനെ ഒരു വിരോധമില്ല. ഇങ്ങനെയാ, എന്താ കുഴപ്പം? എന്തുകൊണ്ട്? ആ തലത്തിൽ അത് ശരി, ഈ തലത്തിൽ ഇത് ശരി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ശരി ഒന്നേ ഉള്ളൂ, അത് അവാച്യമാണ്. ഒരിക്കൽ ഹരിദ്വാറില് റെയിൽവേ സ്റ്റേഷനിൽ കുറെ മഹാത്മാക്കൾ ഇരിക്കുകയാണ്. ഇത് കഥയല്ല കേട്ടോ, കഥ പറഞ്ഞ സൂക്കർ വളരെ കുറവാണ്. കുറെ മഹാത്മാക്കൾ ഇരിക്കുന്നു, സാധുക്കളുണ്ട്, സന്യാസിമാരുണ്ട്. അപ്പൊ അതിനപ്പുറത്ത് ഉള്ള കടയിൽ നിന്ന് ഒരു സാധനം തോന്നുന്നു മോഷണം പോയിട്ടുണ്ട്, പൈസയൊക്കെ മോഷണം പോയിട്ടുണ്ട്. അപ്പൊ പോലീസ് വന്ന്, പോലീസുകാർ വന്ന് ചോദ്യം ചെയ്യാം. ആരടുത്ത്, എന്താ അടുത്ത് എന്നുള്ളതാക്കി വളരെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ ഈ കൂട്ടത്തിൽ വളരെ കുറച്ച് പ്രായമൊക്കെ ഉള്ളൊരു സ്വാമിയാർ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. അപ്പൊ പോലീസുകാർ വന്നിട്ട് ചോദിച്ചു, അങ്ങ് ഞങ്ങൾ ഒന്നും ചെയ്തിയാട്ടോ, അങ്ങ് സത്യം പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു, സത്യം പറയാൻ പറ്റില്ല, ബാക്കി എന്ത് വേണമെങ്കിൽ പറയാം. അല്ലെന്നേ, നിങ്ങൾ സത്യം പറഞ്ഞോളൂ, ഞങ്ങൾ ഒന്നും ചെയ്തിയ. എന്താ വെച്ചാ സത്യം പറഞ്ഞോളൂ. അപ്പൊ സ്വാമിയാർ വീണ്ടും പറഞ്ഞു, എന്താ സത്യം മനസ്സിൽ നമുക്ക് പറയാം, പക്ഷെ സത്യം പറയാൻ പറ്റില്ല. ഈ പോലീസുകാർക്കുണ്ടോ അതിന്റെ അർത്ഥം മനസ്സിലാവുന്നത്? യദ്വാച അനഭ്യുദിതം യേന വാഗഭ്യുദ്യതേ യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നൊക്കെ ഋഷീശ്വരന്മാര് പറഞ്ഞതാ. അപ്പൊ പറഞ്ഞത് സത്യം പറയാൻ പറ്റില്ല, ബാക്കിയൊക്കെ പറയാം. ബാക്കി എന്ത് വേണമെങ്കിൽ പറയും, പറഞ്ഞൊക്കെ അബദ്ധ. ശ്രദ്ധിക്കുക, അത് വാക്കിനതീതമാണ്. ഏതെങ്കിലും ജാതി രൂപ ഗുണക്രിയാ സംബന്ധങ്ങൾ ഉള്ളതിനെ വാക്കിന് വിഷയമാക്കാം. ജാതി ഗുണക്രിയാ സംബന്ധങ്ങൾ ഇല്ലാത്ത സത്യത്തെ വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല, സൂചിപ്പിക്കാനേ കഴിയില്ല. ലക്ഷ്യാർത്ഥകമാണ് വേദവാക്യങ്ങൾ, വാച്യാർത്ഥകങ്ങളല്ല, ലക്ഷ്യാർത്ഥകങ്ങളാണ്. ആ ലക്ഷ്യം ഗുരു ശാസ്ത്ര പരമ്പരാക്രമത്തിൽ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, തെറ്റാണല്ലോ, അതേ ഉള്ളൂ. ആചാര്യ ഭഗവത്പാദരുടെ കൃതികളെ സംബന്ധിച്ച് പ്രസ്ഥാനത്രയം മാത്രമേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൂ, പിന്നീടുള്ളതൊക്കെ ശങ്കര പരമ്പരയിൽപ്പെട്ട മറ്റ് ശങ്കരാചാര്യന്മാരുടേതാണ്. അതെല്ലാം ആദിശങ്കരന്റെ പേരിൽ
പതിച്ചിട്ടുള്ളതാണ് എന്നൊരു വാദത്തെ പറ്റി അങ്ങയുടെ അഭിപ്രായം? ഇങ്ങനെ പല വാദങ്ങളുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. ഭാഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഭാഷ്യങ്ങളിൽ തന്നെ എല്ലാ ഭാഷ്യങ്ങളും ശങ്കരാചാര്യരുടേതല്ല, അങ്ങനെയുണ്ട്. പ്രകരണ ഗ്രന്ഥങ്ങളല്ല. പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഉപദേശ ശാസ്ത്രി മാത്രമേ ഉള്ളൂ ശങ്കരാചാര്യരുടേത്. മറ്റതൊക്കെ പല ശങ്കരാചാര്യന്മാര് ആ പരമ്പരയിൽ വന്നവര് എഴുതിയതാണ് എന്നുള്ള പക്ഷങ്ങളുണ്ട്. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഭാഷ്യഹൃദയത്തിന് വിരുദ്ധമായവയെ പ്രാമാണികങ്ങളായ ഭാഷ്യങ്ങളുടെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ശൈലി അവലംബിക്കുന്നവയെ നമുക്ക് വേർതിരിക്കാൻ സാധിച്ചില്ല. അത്രയോ. അപ്പൊ എവിടെ സിദ്ധാന്തപരമായിട്ട് ആശയപരമായിട്ട് വൈരുദ്ധ്യമില്ലയോ അവയെ നമ്മൾ ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പരയാ ആചാര്യസ്വാമികളുടെ നിന്ന് അംഗീകരിച്ച് ആദരിച്ചു പോകുന്നതിനെ അപ്രകാരം സ്വീകരിക്കുക വഴിയുള്ളൂ. കാരണം നമ്മളാരും വ്യക്തി എന്നുള്ള രൂപത്തിൽ ശങ്കരാചാര്യരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ശരി, കണ്ടിട്ടില്ല. പിന്നെ നമുക്കെന്താണ്, ശാങ്കര കൃതികൾ എന്ന് തലമുറകളായി കൈമാറി നമ്മളിലേക്ക് എത്തിയ വലിയൊരു ഗ്രന്ഥരാശിയുണ്ട്. ആ ഗ്രന്ഥരാശിയെ നമ്മൾ സ്വീകരിക്കും. അതിൽ മുഖ്യമായ പ്രസ്ഥാനത്രയത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധങ്ങളായ ആശയങ്ങളെ പറയുന്നവയെ അംഗീകരിക്കാൻ പറ്റില്ല. അല്ലാത്തവയെ ശങ്കര കൃതികളെന്ന് മനസ്സിലാക്കുന്നു. ഇതൊക്കെ ഒരു ശങ്കരാചാര്യൻ എഴുതിയതാണ്, നമുക്ക് അറിയില്ല. പക്ഷെ ഇതൊക്കെ ശങ്കരാചാര്യ എഴുതിയതാണ്. അർത്ഥം മനസ്സിലായില്ല. ഇതൊക്കെ ഒരു ശങ്കരാചാര്യ എഴുതിയതാ. ഒന്നല്ല 10,000 പേര് എഴുതിക്കോട്ടെ, നമുക്കെന്താ വിശേഷം? 1 കോടി കൊല്ലം മുമ്പ് എഴുതിയതാണെങ്കിലും ഇന്ന് എഴുതിയതാണെങ്കിലും ആശയപരമായി നൈർമല്യമുണ്ടെങ്കിൽ, അതിൽ കലർപ്പില്ലെങ്കിൽ നമ്മൾ ഒരുപോലെ അംഗീകരിക്കും. അർവാചീനനാണ് എന്നുള്ളത് കൊണ്ടും പ്രാചീനനാണെന്നുള്ളത് കൊണ്ടും ആചാര്യന്റെ മഹത്വം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. മറിച്ച് ആശയ വ്യക്തത, ആശയശുദ്ധത, അതാണ് നമ്മൾ നോക്കുന്നത്. ആ നിലയ്ക്കാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സൗന്ദര്യലഹരി ആചാര്യസ്വാമികളുടേതാണെന്ന് നമ്മൾ പറയില്ല, അല്ലെന്ന് പറയുകയും ചെയ്യും. എന്നാൽ അത് ശങ്കരാചാര്യരായിരിക്കും. കാരണം ശങ്കര പരമ്പരയിൽ ഇന്നേ വരെ ഒരു 4x70 അല്ലെങ്കിൽ 60 എന്തായാലും കൂട്ടിയാൽ ഒരു 240, 280 ശങ്കരാചാര്യന്മാരെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അവരിൽ പലരും വലിയ വിദ്വത്വരിഷ്ഠന്മാരായിരുന്നു, പലരും വലിയ ഉപാസകന്മാരായിരുന്നു, പലരും വ്യത്യസ്ത ദർശനങ്ങളിൽ അഗ്നിമന്മാരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർ രചിച്ചതാവാം. അത് ശാക്തേയ പദ്ധതിയിൽ പോയ വിദ്വാൻമാർ രചിച്ചതാവാം. അത്രയും പറയാൻ പറ്റും. തെറ്റാണ്. പിന്നെ മറ്റൊന്ന് കൂടി, ഒറ്റ വിഷയം കൂടി പറയട്ടെ. ഈ വിഷയം പറയുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ഒരു സംഭാഷണമാണ് ഓർമ്മ വരുന്നത്. ഒരു 92 കാലഘട്ടത്തിൽ നടന്നൊരു സംഭാഷണമാണ്. ശങ്കരാചാര്യസ്വാമികളുടെ പേരിൽ അറിയപ്പെടുന്ന സ്തോത്രകൃതികളൊന്നും ശങ്കരാചാര്യരല്ല എന്ന് ഞാൻ ഗ്രന്ഥം എഴുതുന്നുണ്ട് എന്നൊരു വിദ്വാൻ നമ്മളോട് പറഞ്ഞു. നമ്മൾ നല്ലത്. കാരണം എത്ര ഗ്രന്ഥങ്ങൾ നമ്മുടെ ധർമ്മവിഷയകമായി സമൂഹത്തിൽ ഇറങ്ങുന്നുണ്ട് അത്രയും നല്ലതാണ്. ജനങ്ങൾക്ക് അത്രയും നിർദ്ധാരണം ചെയ്യാൻ അധികം വിഭവങ്ങൾ കിട്ടും, അത് നല്ലതാണ്. പക്ഷെ അങ്ങേ നിഗമനത്തിൽ എങ്ങനെ എത്തി? അദ്ദേഹം പറഞ്ഞു, അദ്വൈതിയായ ശങ്കരാചാര്യന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമ്മൾ സംശയം ചോദിച്ചു, എന്താ ബ്രഹ്മസൂത്രമൊക്കെ സ്വയം പഠിക്കാൻ വേണ്ടി എഴുതിയതാകുമോ? എനിക്ക് പഠിക്കാൻ അദ്വൈത സിദ്ധാന്തം ഒന്ന് പഠിച്ചു കളയാന്ന് വിചാരിച്ചിട്ട് ആയിരിക്കുമോ എഴുതിയിട്ടുണ്ടാവുക? അതല്ല. പിന്നെന്തിനാ? ലോകോപകാരം. അപ്പൊ ലോകത്തിലുള്ള സമൂഹത്തിലെ അംഗങ്ങളുടെ വിവിധത മനസ്സിലാക്കുന്ന ആചാര്യൻ ആ വിവിധങ്ങളായ തലങ്ങളിലുള്ളവർക്കൊക്കെയും ഉയരാനുള്ള മാർഗങ്ങൾ കൊടുക്കും. അങ്ങനെയാണ് ആചാര്യന്മാരൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് അംഗീകരിച്ചുകൂടാ? അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഒന്നേ പറയാനുള്ളൂ, ഏത് തലത്തിൽ നിന്ന് ആരംഭിച്ചാലും
വേദാന്ത ഭാഷ്യങ്ങളിൽ നമ്മൾ കാണുന്ന ആ ഏകാന്വയിത്വം ഉറപ്പിക്കപ്പെട്ട കൃതികൾ ശാങ്കരകൃതികളായി എടുക്കുന്നതിൽ വിരോധമില്ല. അത് ഒരാൾ എഴുതിയതാണെന്ന് നമ്മൾ പറയുന്നില്ല, കാരണം നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കൃതികളിലൂടെയാണ് ആചാര്യനെ കാണുന്നത്, അല്ല ആചാര്യനിലൂടെ കൃതികളെ അല്ല. ഇതാണ് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വിഷയം. ശരി. ഇപ്പോൾ ഒരു കാര്യം ഒന്നുകൂടെ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുക. അതായത് ബ്രഹ്മത്തെ പറ്റിയുള്ള വേദത്തിൻ്റെ കാഴ്ചപ്പാട്, ഉപനിഷത്തുകൾ, തുടർന്ന് അതിനെപ്പറ്റിയുള്ള നിർവചനങ്ങളും നിരവധിയുണ്ട്. അതിൽ ശാങ്കര ദർശനത്തിൽ ഈ ബ്രഹ്മത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളിൽ മായാവാദത്തെ ഊന്നി പറയുന്നതായിട്ട് പലരും പറയുന്നു. ഞാൻ വളരെ ഇത് ഗ്രഹണപ്പെടുത്തിയുള്ള ഒരാളല്ല, എങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോഴേ ശങ്കരാചാര്യര് മുൻപ് സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതായത് പലർക്ക് വേണ്ടിയിട്ടും പല കാഴ്ചപ്പാടിൽ നിന്നും അവസാനം ഒന്നിൽ സമന്വയിപ്പിക്കുന്ന രീതിയിൽ സ്തോത്രഗതികൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരാൾ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഒരു തത്വത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ആള് വ്യത്യസ്തമായ തത്വങ്ങളുടെ മറ്റേതോ സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണെങ്കിൽ തന്നെ മുൻപ് പറഞ്ഞ സൗന്ദര്യലഹരി, ആ സൗന്ദര്യലഹരിയുടെ അവസാനത്തെ ശ്ലോകത്തിലും ചെന്നു നിൽക്കുന്നത് ദേവിയുടെ ശക്തിയെ സംബന്ധിച്ച് തന്നെയാണ്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നജേ ദേവം ദേവോ നഖൻ കുശലസ്പന്ദിതുമഭി അധസ്ഥാമാരാധ്യ ഹരിഹര വിജിഞ്ചാദിരഭിപ്രബന്ധം സ്തോതും പുണ്യപ്രഭവതി. അപ്പം ഈ ദേവിയുടെ ശക്തിയില്ലാതെ ഒന്നും തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവസാനത്തെ ശ്ലോകം ആശാന്റെ അതിൻ്റെ ഒരു വിവർത്തനം മാത്രമേ ഓർക്കുന്നു. ദീപത്തിൻജുവാലയാലേ ദിനകരന് സമാരാധനം ദേവി ഇന്ദുഗ്യാവത്തിൻ ശീകരത്താൽ ഹിമകരന് വിധിക്കുന്ന പൂജാവിധാനം ആപം തൻ്റേതൊരു തമ്പുതി അതിനർത്ഥ തർപ്പണം തന്നെ നിന്നെ ഭാവിച്ച് നിന്റെ വാക്കാൻ ജനനി വിമയി തീർത്തൊരു സ്തോത്രജാലം. എല്ലാം ദേവിയെ പറ്റി പറഞ്ഞ് തന്നെ അവസാനിപ്പിക്കുന്നത്. ദേവിയുടെ ആ ശക്തിവിശേഷങ്ങളും ആ പിന്നെ ഇതിലെ ത്രിഗുണ സ്വഭാവവും ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ സൗന്ദര്യം, ഇത് രണ്ടുപേരും എഴുതിയതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉത്തരഭാഗവും പൂർവ്വഭാഗവും ഉത്തരഭാഗവും രണ്ട് കൃതിയായിട്ടാണ് ചിലർ വ്യാഖ്യാനിക്കുന്നില്ല. ഏതായാലും ഈ കൃതിയെ സംബന്ധിച്ച് ആചാര്യനോട് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇതെല്ലാം തന്നെ ദേവിയുടെ മഹത്വത്തെ പറ്റി മാത്രമാണ് അത് പറയുന്നത്. അത് ഈ പറഞ്ഞ രീതിയിലേക്ക് അദ്വൈതത്തിലേക്ക് അത് എത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ മായാവാദത്തെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വിവരിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, സ്വന്തം ഒരു സിദ്ധാന്തത്തിൽ ഉറച്ചിരിക്കുന്ന ആചാര്യൻ സമന്വയം ചെയ്യുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് പലത് പറയേണ്ടതുണ്ടോ എന്നാണ്. സ്വന്തം സിദ്ധാന്തത്തെ അതിക്രമിച്ച മഹാനാണ്. സിദ്ധാന്തമൊക്കെ മുറുകെ പിടിക്കുന്നത് സാധനാതലത്തിലാണ്. എല്ലാ വേദാന്ത പ്രക്രിയകളും വൈദിക പ്രക്രിയകളും പ്രക്രിയകളാണ്, ബോധന പ്രക്രിയകളാണ്. ശ്രദ്ധിക്കുക, ആ പ്രക്രിയകളെ അതിക്രമിച്ച ഒരു മഹാനെ സംബന്ധിച്ച് എന്താ പരമാർത്ഥം? ന നിരോധോ ന ചോത്പത്തി ന ബദ്ധോ ന ച സാധക ന മുമുക്ഷുർ ന വൈ മുക്ത ഇത്യേഷ പരമാർത്ഥത. അവനെ സംബന്ധിച്ച് സകല വിധി നിഷേധങ്ങൾക്കും കാരകബന്ധങ്ങൾക്കും ഉപരിയാണ്. അതുകൊണ്ട് അവിടെ സ്വന്തം സിദ്ധാന്തം എന്നൊരു സിദ്ധാന്തമൊന്നും അല്ല ഉള്ളത്. സകലത്തിനും ഉപരി ആത്മരൂപത്തിൽ ആത്മനി ആത്മനാ തുഷ്ട, അതാണ് ഒരു വിജ്ഞാനിയുടെ സഹജഭാവം. അതിൽ സംശയം അശേഷമില്ല. പിന്നെ ഏത് തലത്തിലാണോ ഉയർത്തേണ്ടത് ആ തലത്തിലാണ് കൃതി ഉപദേശങ്ങൾ ഉണ്ടാവുക. നമ്മൾ ഒരു കുട്ടിയോട് ഉപദേശിക്കുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ്, അല്ലാതെ നമ്മുടെ ഭാഷയിലല്ല പറയുക. അത് തന്നെ ആ കുട്ടിയുടെ ഗുണഘടന മനസ്സിലാക്കിയിട്ട് ഏത് ബന്ധാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടിയോട് സംസാരിക്കുക.
ഈ രീതിയിലാണ് എല്ലാ ആചാര്യന്മാരും. നമുക്ക് ഈ അടുത്ത കാലത്ത് കാണാൻ കഴിഞ്ഞൊരു ദൃഷ്ടാന്തം പറയട്ടെ. നമ്മളാരും കണ്ടതല്ല, പക്ഷെ അടുത്ത കാലത്ത് നമ്മുടെ കഴിഞ്ഞ മുമ്പ് തലമുറ കണ്ടൊരു ദൃഷ്ടാന്തമാണ്. വിവേകാനന്ദ സ്വാമികൾ തൻ്റെ ഗുരുനാഥന്റെ ചിതാഭസ്മവും അവശിഷ്ടങ്ങളും കുംഭത്തിലാക്കി തലയിലേന്തി ബേലൂർ മഠം പ്രതിഷ്ഠിക്കുന്ന സന്ദർഭമാണ്, ശ്രദ്ധിക്കുക. ആ കലശവുമായി ആടി ആടി ധാരധാരയായി കണ്ണീര് പൊഴിച്ച് ഒരു ഉന്മത്തനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ഗുരുനാഥന്റെ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് വരുന്ന ഒരു രംഗമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശരീരാവശിഷ്ടങ്ങൾ, ഭൗതിക അവശിഷ്ടങ്ങൾ കലശത്തിലാക്കി അതിനെ ശിരസിലേന്തിയാണ് വിവേകാനന്ദ സ്വാമികൾ വരുന്നത്. ആ പ്രതിഷ്ഠാപീഠത്തിലേക്ക് വെക്കുന്നത് വരെ ഉന്മത്തനെ പോലെ ധാരധാരയായി കണ്ണുനീര് ദേഹം മുഴുവൻ ഇങ്ങനെ ഒഴുകുകയാണ്. ഈ ചിത്രം അവിടെ ഓർമ്മിക്കുക. വിവേകാനന്ദ സ്വാമികൾക്ക് വളരെ പ്രിയമുള്ള സ്ഥലമായിരുന്നു അൽമോറ. അൽമോറയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. സ്വാമിജിയുടെ ഉത്തമ ഭക്തന്മാരും ശിഷ്യന്മാരുമാണ് അതിന് നേതൃത്വം കൊടുത്തതും പരിശ്രമിച്ചതും. ഉദ്ഘാടനത്തിന് സ്വാമിജിയാണ് പോണത്. സ്വാമിജിക്ക് വളരെ സന്തോഷമാവട്ടെ, സ്വാമിയുടെ ഗുരുഭക്തി അവർക്ക് നല്ലോണം അറിയാം. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വലിയൊരു ചിത്രം മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. സ്വാമിജി കാലകത്തേക്ക് വെച്ചില്ല. ഈ കളവൻ എവിടെ എന്തിനു വെച്ചു, എടുത്ത് മാറ്റവനെ. ഇത് അദ്വൈതാശ്രമമാണ്. ഈ കളവന്റെ ചിത്രം എന്തിനൂടെ വെച്ചു, എടുത്തു മാറ്റൂ. എടുത്തു മാറ്റിച്ച ശേഷമാണ് അകത്തേക്ക് കയറിയത്. സ്വാമിജിക്ക് വലിയ പരിവർത്തനമൊന്നുമില്ലേ? ഇല്ല. ഇപ്പുറത്ത് ബേലൂർ മഠത്തില് അതേ സ്വാമിജി തന്നെയാണ് രാമകൃഷ്ണ കീർത്തനങ്ങൾ പാടി പാടി ഇത് കഥയാണ്. എന്താണ് ഇത് മനസ്സിലാക്കാനുള്ളത്? അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. വിജ്ഞാനിയായ ഒരു മഹാത്മാവ് സാധാരണ നമ്മുടെ ഗണനയ്ക്കുള്ളിൽ പെടുന്നതല്ല, അതിനപ്പുറത്താണ്. ആ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ഗീതാകാരൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുന്ന സമയത്ത് കിണറിൽ, കുളത്തിൽ എത്ര താല്പര്യമുള്ളൂ അത്ര താല്പര്യമുള്ളൂ വിജ്ഞാനിക്ക് വിധി നിഷേധാത്മക കർമ്മങ്ങളിൽ. നിഷേധിക്കല്ല, അത് അകർമ്മണ്യതയല്ല, നൈഷ്കർമ്മ്യമാണ്. നൈഷ്കർമ്മ്യവും അകർമ്മണ്യതയും രണ്ടാണ്. പലപ്പോഴും ഈ തത്വം മനസ്സിലാക്കാതെ നൈഷ്കർമ്മ്യ സിദ്ധിയെ അകർമ്മണ്യത എന്ന് പലരും മനസ്സിലാക്കാറുണ്ട്. തെറ്റാണ്. രണ്ടും രണ്ടാണ്. റോഡിന്റെ രണ്ട് ഭാഗത്ത് രണ്ട് വൃക്ഷങ്ങളാണ്. രണ്ട് വൃക്ഷത്തിലും പൂവില്ല, കായില്ല, പഴമില്ല. ആദ്യമായിട്ട് ആ വൃക്ഷം കണ്ട ഞാൻ വിചാരിച്ചു ഇത് രണ്ടും ഒരുപോലുള്ള വൃക്ഷമാണെന്ന്. അല്ല, ഒന്ന് പൂത്തതാണ്, കായ്ച്ചതാണ്, പഴുത്തതാണ്. പൂവും കായും പഴവും കൊഴിഞ്ഞു വീണതാണ്. മറ്റത് പൂത്തിട്ടുമില്ല, കായ്ച്ചിട്ടുമില്ല, പഴുത്തിട്ടുമില്ല. ഒന്ന് അകർമ്മണ്യതയും മറ്റൊന്ന് നൈഷ്കർമ്മ്യവുമാണ്. ഈ നൈഷ്കർമ്മ്യത്തിലേക്ക് സ്വയം ഉയർന്ന ഒരു മഹാൻ ഏത് തലത്തിൽപ്പെട്ട സമൂഹത്തിലെപ്പെട്ട മനുഷ്യനെയും വേദത്തിന്റെ ആത്യന്തിക ചിന്താപദ്ധതിക്ക് അനുസൃതമായി ഉയർത്താൻ വേണ്ടി അതത് വ്യക്തിക്ക് ഉതകുന്ന ഉപകരിക്കുന്ന മാർഗദർശനം നൽകും. അന്നും ഇന്നും എന്നും. അത് മനസ്സിലാക്കുക. അതാണ് ഒന്ന്. രണ്ട്, ആചാര്യസ്വാമികളുടെ മായാവാദം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിന്റെ വേദാന്തത്തിന്റെ സിദ്ധാന്തമാണ്. ആചാര്യസ്വാമികൾ അദ്വൈത സ്ഥാപകനല്ല, അദ്വൈത പ്രചാരകനാണ്. അദ്വൈത സ്ഥാപകനല്ല, അദ്വൈത പ്രചാരകനാണ്. വേദത്തിന്റെ ഉപനിഷത്തിന്റെ ചിന്താധാരയെ വ്യാഖ്യാനിക്കുകയാണ് ആചാര്യസ്വാമികൾ ചെയ്തത്. അല്ലെങ്കിൽ സ്വന്തം സിദ്ധാന്തം പറഞ്ഞാൽ മതിയായിരുന്നു, സ്വന്തം സിദ്ധാന്തം മെനഞ്ഞാൽ മതിയായിരുന്നു. അവിടെ ആത്യന്തികമായ സത്തത്വം മറ്റൊന്നായി ഭവിക്കുന്നില്ല. ആത്യന്തികമായ സത്തത്വം രണ്ടില്ല.
ഏകവും അദ്വിതീയവുമായ സത്തത്വം ഈ പ്രപഞ്ചാകാരേണ കാണപ്പെടുന്നു എങ്കിൽ എന്താണ് അതിന്റെ പിന്നിൽ മനസ്സിലാക്കേണ്ടത്? ഈ പ്രപഞ്ച വ്യാഖ്യാനം നൽകുന്ന സമയത്താണ്, അല്ലെങ്കിൽ പ്രാതിഭാസികവും വ്യാവഹാരികവുമായ തലങ്ങളെ വ്യാഖ്യാനിക്കുന്ന സമയത്താണ് മായയെ സ്വീകരിക്കുന്നത്. എന്താണ് മായ? മായ പരമാത്മാവിന്റെ അനന്യ ശക്തിയാണ്, അഭിന്ന ശക്തിയാണ്. അഭിന്നവും അനന്യവുമായിട്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ മായയെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്താണ് മായ? മായ പരമേശ്വരന്റെ, പരമാത്മാവിന്റെ അനന്യ ശക്തിയാണ്, അഭിന്ന ശക്തിയാണ്. എന്താ അനന്യശക്തി, അഭിന്ന ശക്തി എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം, കാര്യാകാരേണ ഭിന്നാകാരത്തിൽ തോന്നപ്പെട്ടാലും വാസ്തവത്തിൽ അഭിന്നയാണ്. ഞാനും എൻ്റെ വാക്കും പോലെ. ഞാനും എൻ്റെ വാക്കും ഭിന്നമാണോ അഭിന്നമാണോ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? എന്താ മറുപടി? ഒരാൾ പറയുന്നു ഭിന്നമാണ്. ഓ, ഭിന്നമാണെങ്കിൽ ഞാൻ അധ്വാനിക്കുന്നില്ല, നിങ്ങൾ കേട്ടോളൂ. കാരണം ഭിന്നമാണെങ്കിൽ ഈ ടൈം പീസും ഈ ടംബ്ലറും ഭിന്നമാണെങ്കിൽ ഇതെടുത്ത് മാറ്റിയാലും ഇത് കാണപ്പെടും. ഞാനും എൻ്റെ വാക്കും ഭിന്നമാണെങ്കിൽ ഞാനെന്തിനാ കഷ്ടപ്പെട്ട് പറയണത്? പറയാണ്ടെന്ന് നിങ്ങൾ കേൾക്കണം. അയ്യോ അല്ല, എന്നാ പിന്നെ അഭിന്നമാണ്. അഭിന്നാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പറയണത്? പറയാണ്ടെന്ന് നിങ്ങൾ കേൾക്കണ്ടേ? പാലും കണ്ടോളൂ, പാലിന്റെ വെണ്മയും കണ്ടോളൂ. ഇന്നിപ്പോ പറയേണ്ടി വരും കേട്ടോ, അത് വേറെ വിഷയം. ഇന്നിപ്പോ പാല് ഉപനിഷത്തിൽ തന്നെ പറഞ്ഞ് ഗവാം അനേക വർണ്ണാനാം ക്ഷീരസ്യാപി ഏക വർണ്ണതാണ് ഉപനിഷത്തിൽ ദൃഷ്ടാന്തമുണ്ട്. അതൊന്നും ഇന്നത്തെ കാലത്ത് നടപ്പില്ല, പാലിന് പല കളറാണ്. എന്നാലും പറയാ, ശരിക്ക് നമ്മളെ സങ്കല്പത്തിലുള്ള പാല് കണ്ടോളൂ, അതിന്റെ വെണ്മയും കണ്ടോളൂ കേട്ടോ, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്താ? ഭിന്നയല്ല അഭിന്നയോ അല്ലെങ്കിൽ സ്വരൂപതയാ അഭിന്നയാകുന്നു. കാര്യാകാരേണ പ്രകടമാകുമ്പോൾ ഭിന്ന എന്ന പോലെ വിലയിരുത്തപ്പെടുന്നു. ഈ വിധമാണ് മായയെ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് ബോധിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ മായാവാദം എന്നുള്ളത് ഭഗവാൻ ഭാഷ്യകാരൻ ആവിഷ്കരിച്ചതല്ല, പ്രചരിപ്പിച്ചതാണ്. മായാം തു പ്രകൃതി വിദ്യാത് മായിനം തു മഹേശ്വരം ഇന്ദ്രോ മായാഭി പുരുരൂപയ്യതേ തുടങ്ങിയവ വേദത്തിലെ മന്ത്രങ്ങളാണ്. അതിന് വ്യത്യസ്ത വ്യാഖ്യാതാക്കൾ വ്യത്യസ്ത അർത്ഥങ്ങളെ കൽപ്പിച്ചു. ഭഗവാൻ ഭാഷ്യകാരൻ തന്റെ ചിന്താപദ്ധതിക്ക് അനുസൃതമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അത്രയുള്ളൂ. അല്ലാതെ മായാശബ്ദമോ മായാസിദ്ധാന്തമോ ഭഗവാൻ ഭാഷ്യകാരൻ മെനഞ്ഞുണ്ടാക്കിയതല്ല. അത് വൈദികമാണ്, വേദത്തിൽ നിന്ന് എടുത്ത് വ്യാഖ്യാനിച്ചത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം. ഈ പറഞ്ഞ അതേപടി സ്വീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ നമ്മൾ മതമായി. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവണം. പക്ഷെ ഓരോന്നും അതിന്റെ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടി ഉൾക്കൊള്ളാനും ഇതാണ് ഇവര് മുൻനിർത്തുന്നത് എന്ന് അംഗീകരിക്കാനും സാധിക്കണം. ഈ പറഞ്ഞ വ്യക്തല്ലേ? അതെ, മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ യത് അസത് ഭാസമാനം തൻ മിഥ്യ. ആണ് മിഥ്യാശബ്ദത്തിന്റെ അർത്ഥം. മിഥ്യാശബ്ദത്തിന്റെ അർത്ഥം ഇല്ലാത്തതൊന്നല്ല. ഏതൊരു ശാസ്ത്രവും അതിന്റെ ക്രമത്തിൽ നമ്മൾ സമ്പ്രദായ ശുദ്ധിയോടുകൂടി പഠിക്കണം. ഏത് ശാസ്ത്രവും അങ്ങനെ. വേദാന്ത ശാസ്ത്രത്തെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി നമ്മൾ പഠിക്കുമ്പോൾ അവിടെ മിഥ്യ എന്നുള്ളതിന്റെ ലക്ഷണം ഏത് അസത് ഭാസമാനം. അസത്വേ സതി ഭാസമാനത്വം മിഥ്യാത്വം. ഇതാണ് മിഥ്യയുടെ ലക്ഷണം. എന്താണ് മിഥ്യയുടെ ലക്ഷണം? അസത്വേ സതി ഭാസമാനത്വം മിഥ്യാത്വം. പാരമാർത്ഥികമായി ഇല്ലെന്നിരിക്കെ ഉണ്ടെന്ന് കാണപ്പെടുക എന്നുള്ളതാകുന്നു മിഥ്യയുടെ ലക്ഷണം. ഏതർത്ഥത്തിലാണത്? ജഗത്ത് മിഥ്യ. ജഗത്ത് മിഥ്യയാണ്. ജഗത്ത് അസത്തെന്നല്ല. ജഗത്ത് അസത്തെന്ന് പറഞ്ഞാൽ സ്വീകാര്യമല്ല. അങ്ങനെ ഗുരു ശിഷ്യനും ഉണ്ടാവില്ല. ജഗത്ത് അസത്താണെങ്കിൽ ഗുരുവില്ല, ശിഷ്യനുമില്ല, ശാസ്ത്രമില്ല, ചർച്ചയില്ല. അതുകൊണ്ട് ജഗത്ത് അസത്താന്ന് ആചാര്യം പറഞ്ഞില്ല, ജഗത് മിഥ്യ എന്നാ പറഞ്ഞത്. വളരെ വ്യത്യാസമുണ്ട്. ജഗത് അസത്ത് എന്ന് പറഞ്ഞാൽ അത് ബൗദ്ധ സിദ്ധാന്തമായി. വളരെ ചെറിയ അതിർവരമ്പാണ് ഈ ബൗദ്ധന്റെ നാസ്തികവാദവും വേദാന്തവും തമ്മിലുള്ളത്. വളരെ ചെറിയ അതിർവരമ്പ്. പക്ഷെ ആ അതിർവരമ്പ് വളരെ വലുതാണ്.
കാരണം അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല വെച്ചാൽ സിദ്ധാന്തം ആകെ അബദ്ധമാവും. നമ്മുടെ ദൃഷ്ടിയിൽ ചെറിയൊരു വ്യത്യാസമാണ്. ഇന്നത്തെ സമൂഹത്തിന് മനസ്സിലാവാനുള്ളതാണ് പറയണത്. ഭാഷ്യത്തിൽ നിന്നല്ല ദൃഷ്ടാന്തം. ഭാഷ്യത്തിൽ നിന്ന് ദൃഷ്ടാന്തം പറഞ്ഞാൽ മണ്ണും സ്വർണവും കുടവും തന്നെ പറയണം. അന്നത് മതി. അന്നത്തെ ചർച്ചയിൽ അന്നത്തെ സമൂഹത്തിൽ മനസ്സിലാവുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ മാറ്റി പറയണം. ഇത് മുഴുവൻ എന്താണ്? ഒരു നല്ലൊരു ഒരു ആണവ ശാസ്ത്രകാരൻ ഇതിൽ നോക്കുന്ന സമയത്ത് ഈ കാണാകുന്ന വൈവിധ്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും ശക്തി സ്പന്ദനമാണ്. കാരണം നിരന്തരമായ ആണവിക കണങ്ങളുടെ ചലനം കൊണ്ടുണ്ടാകുന്ന അചലഭാവമാണ് ഒരാറ്റം എന്നുള്ളത്. അപ്പൊ ഒരു നല്ലപോലെ ന്യൂക്ലിയർ സ്ട്രക്ചർ, അറ്റമിക് സ്ട്രക്ചർ പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഇത് മുഴുവൻ ശക്തി സ്പന്ദനമാണ്. ഇത് കവിഞ്ഞൊന്നുമല്ല. ഇതിനെ സാഖ്യം നോക്കിയപ്പോൾ ഇത് മുഴുവൻ മൂന്നാന്ന് പറഞ്ഞു. സത്വരജസ് തമോ ഗുണാത്മകമായ പ്രകൃതി കാര്യമാണ് ഇതെല്ലാം. ചിന്തിക്കുക. ഒരു രസതന്ത്രജ്ഞൻ നോക്കുന്ന സമയത്ത് ഒരു 40നും 45നും ഇടയ്ക്ക് എലിമെന്റ്സ് ചേർന്ന ഈ കാണുന്നൊക്കെ. അപ്പൊ ഈ വൈവിധ്യങ്ങൾ അവിടെ ഇല്ല. അവിടെ 45 മാത്രമേ ഉള്ളൂ. 40-45 ഇടയ്ക്കുള്ള എലിമെന്റ്സ്. അതാണ് ആക്റ്റീവ്ലി ഈ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോ ആദ്യം നമ്മൾ കോടാനുകോടി ഘടകങ്ങളെ സത്യമാണെന്ന് മനസ്സിലാക്കിയത് ഇപ്പോ ചുരുക്കി ചുരുക്കി അല്ല എന്ന് മനസ്സിലാക്കി. ഇനി ഇതിന്റെയും മൂലത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇതിന്റെ മുകളിലേക്ക് പോകുന്നു. ഇതിന് മുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ ശക്തി സ്പന്ദനം പോലും എന്തിൽ നിലകൊള്ളുന്നു? ഇതും കേവലം ആപേക്ഷികമാണ്. ആപേക്ഷികമായ ശക്തി സ്പന്ദനം പോലും നിരപേക്ഷമായ ഒരു ഉണ്മയിൽ, അസ്തിത്വത്തിൽ, നിഷേധിക്കാനാവാത്ത അസ്തിത്വത്തിൽ നിലകൊള്ളുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ സ്ഥൂലമായ ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ സൂചിപ്പിച്ച ദൃഷ്ടാന്തത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ ഈ നിലവിളക്ക് വെച്ചു. അത് ഓട്ട് വിളക്കാണ്. ഓട്ട് കൊണ്ടുണ്ടാക്കിയ നിലവിളക്കാണ്. ഓട്ട് കൊണ്ടുണ്ടാക്കിയ വിളക്ക്. അതുകൊണ്ട് നമുക്ക് ഓട്ട് വിളക്ക് എന്ന് വിളിക്കാം. അത് ഒരു 25 കിലോഗ്രാം ഓടുണ്ടെന്ന് സങ്കല്പിക്കും. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ഇതിനകത്ത് കുറയ്ക്കണത് 40 കിലോഗ്രാം ഉണ്ട്. പിന്നെന്താ? അപ്പൊ എത്ര ഓടുണ്ട്? 40. ആ വിളക്കിന്റെ തൂക്കം എത്രയാ? ഓട്ട് വിളക്കിന്റെ തൂക്കം 40. അത് ഓടിന്റെ തൂക്കം 40. വിളക്കിന്റെ തൂക്കോ കഷ്ടകാലത്തിന് തട്ടിമുട്ടി പൊട്ടിപ്പോയി. നമ്മൾ നിശ്ചയിച്ചു എന്തായാലും ഒരു ഉരുളി ആവശ്യമാണ്. അത് ഒരുക്കിയിട്ട് ഒരു ഉരുളി ഉണ്ടാക്കാം. ഇപ്പൊ ഓട്ടുരുളി നല്ല മോശാരിയ മോഷ്ടിക്കുന്ന ആളല്ല. അതുകൊണ്ട് ഇതേ 40 കിലോ തന്നെയാണ് ഈ ഓട്ടുരുളിയുടെ തൂക്കം. അതിൽ എത്രയാ ഓടുള്ളത്? 40. ഉരുളിയോ? അവിടെ ഉരുളി വിളക്ക് തുടങ്ങിയതിന് തൂക്കമില്ല. ഓട് മാത്രമേ ഉള്ളൂ. ഓടാകുന്ന വസ്തു ഭേദരഹിതമായി നിലകൊള്ളുന്നു. ഓടാകുന്ന വസ്തു ഭേദരഹിതമായി നിലകൊള്ളുമ്പോൾ ഉരുളി എന്ന നാമരൂപങ്ങൾ പ്രകടമായി ഓട്ടുരുളി, വിളക്കെന്ന നാമരൂപം പ്രകടമായി ഓട്ടുവിളക്ക്. ഇതുപോലെ നാമരൂപങ്ങളുടെ പ്രകടീകരണവും തിരോഭാവവും നിരന്തരം സംഭവിക്കുന്നു. അധിഷ്ഠാന സത്തത്വത്തിന് മാറ്റം ഇല്ല. അധിഷ്ഠാന സത്തത്വം മാറ്റമില്ലാതിരിക്കെ പലതായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഈ പറഞ്ഞ ജഗത് പ്രകടീകരണം. ഇതാണ് വേദാന്തം നമുക്ക് ഉപദേശിക്കുന്നത്. അവിടെ വിളക്കെന്നുള്ളതിന് സത്യത്വം ഉണ്ടോ? ഉണ്ട്. സത്യത്വം ഉണ്ട്. ഇല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കാൻ പറ്റില്ല. പാരമാർത്ഥിക സത്യത്വം ഉണ്ടോ? ഇല്ല. പാരമാർത്ഥിക സത്യം അവിടെ ഓട് മാത്രമാണ്. അവിടെ എന്തിനാ അവിടെ അടിവരട്ട് പറഞ്ഞത്? കുറച്ചും കൂടി ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഓടും സത്യമല്ല, ചെമ്പ് ഈയം രണ്ടായി മാറും. ചെമ്പ് സത്യമാണോ? ചെമ്പ് സത്യമാണ് ആറ്റമിക് തലം വരെ. അതിനേക്കാൾ സൂക്ഷ്മമായി പോയി കഴിഞ്ഞാൽ ചെമ്പ് സത്യമല്ല. ചെമ്പെന്നുള്ള ആറ്റം
അതിനേക്കാൾ ഉള്ളിലേക്ക് സബറ്റോമിക് തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പില്ല. അപ്പൊ ഈ കാണുന്നൊക്കെ എന്താ? ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ? ഇതൊക്കെ ഇപ്പോ ഇങ്ങനെയാന്ന് പറയാം, അല്ലാതെ എല്ലായ്പ്പോഴും ഇങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. ഒരു വളരെ പ്രഗത്ഭനായ ഒരു ഊർജ്ജതന്ത്രജ്ഞൻ നമ്മളോട് നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സ്വാമിജി, ഈ ആറ്റമിക് സ്ട്രക്ചറിൽ ഇലക്ട്രോണുകളുടെ ഈ കോൺഫിഗറേഷനിൽ, വിന്യാസക്രമത്തിൽ ചെറിയൊരു പരിവർത്തനം വന്നാൽ മതി. ഇപ്പം നമ്മൾ 1 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് ഒരു മൊട്ടുസൂചിയുടെ അറ്റത്തിന്റെ അത്രയാവാം, അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം വ്യാപിക്കാമെന്ന്. ചെറിയൊരു വ്യത്യാസം. കാരണം ആറ്റമിക് സ്ട്രക്ചർ പഠിച്ചാൽ മനസ്സിലാവും, നടുക്ക് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ കോൺഫിഗറേഷന്റെ മേഖല. ഒന്ന് ചുരുങ്ങിയാൽ, ഒന്ന് വിപുലായാൽ. അപ്പൊ ഇന്നീ പറയുന്ന പ്രപഞ്ചം എന്താണ്? ഇപ്പോ ഇങ്ങനെ ഉണ്ടെന്നേ പറയാൻ പറ്റും, എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ മിഥ്യ എന്ന് പറഞ്ഞു. അസത്തെന്ന് പറഞ്ഞില്ല, സത്തൊന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് സത്തെന്ന് പറഞ്ഞില്ല? ഇതെല്ലാവരും ഇല്ലാത്തത് കൊണ്ട് തന്നെ. എന്തുകൊണ്ട് അസത്തെന്ന് പറഞ്ഞില്ല? ഇത് വ്യവഹാരത്തിലുള്ളത് കൊണ്ട്. അപ്പൊ സദസദ്ഭ്യാം വിലക്ഷണത്വം, അതാണ് പ്രപഞ്ചത്തിന് ആചാര്യൻ കൽപ്പിച്ചിട്ടുള്ളത്. കേട്ടാണല്ലോ? കേട്ടാണല്ലോ? ശരി. ശങ്കരാചാര്യരുടെ വിചാരത്തിനും ഭാവത്തിനും ആത്മീയ രൂപത്തിനും കൂടുതൽ ആകർഷകത്വം കിട്ടത്തക്കവണ്ണം പ്രചാരവേലകളും പ്രചരണ വേലകളും പ്രകടമായി കാണിക്കുവാനുള്ള ആ സന്നാഹങ്ങളും സാന്നിധ്യങ്ങളും ഒക്കെ വളരെ കുറവായി കാണുന്നു. എന്തുകൊണ്ടാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ, വിശദീകരിച്ചു വന്നാൽ അതിൻ്റെ ആ ഭാഗങ്ങൾ ഒന്ന് വിശദീകരിക്കുമാറാകണം. കൂടുതൽ ആകർഷിക്കപ്പെടത്തക്കവണ്ണം, അവിടേക്ക് കൂടുതൽ ഉത്ബോധം ഉണ്ടാകത്തക്കവണ്ണം വിചാരിക്കാനും ധാരണപ്പെടുത്തുവാനുമുള്ള പ്രചരണ പ്രക്രിയകൾ അതിനെക്കുറിച്ച് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏത് മേഖലയിലായാലും അധീതി, ബോധ, ആചരണ, പ്രചരണങ്ങൾ. ഈ അധീതിയും ബോധവും ആചരണവും പ്രചരണവും, ഈ 4 അംഗങ്ങളിലുള്ള ശാസ്ത്ര പ്രസരണം ഏത് മേഖലയിൽ ചെയ്താലും അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അത് വേണ്ട രീതിയിൽ നടക്കണം. സമൂഹത്തിൽ പല വീഴ്ചകളും വന്നിട്ടുണ്ട്. കാരണം എപ്പോഴും ഹ്രസ്വങ്ങളും താത്കാലികങ്ങളുമായ ഫലങ്ങൾക്കായിരിക്കും ഏറെ ജനങ്ങൾ താല്പര്യപ്പെടുക. താത്വികമായ ചിന്താപദ്ധതിയിലേക്ക് പോകുന്നവരുടെ എണ്ണം എന്നും കുറവായിരിക്കും. ചെറിയൊരു ദൃഷ്ടാന്തം പറയാം. ശ്രീമദ് ഭാഗവതം എടുക്കുക. ഒരു പുരാണം വേദവ്യാഖ്യാനാർത്ഥമാണ്. വേദവ്യാഖ്യാനം എന്നുള്ള ലക്ഷ്യം മാറ്റിക്കഴിഞ്ഞാൽ പുരാണത്തിലൊരു അർത്ഥമില്ല. അതെനിക്കൊക്കെ വേറെ വിഷയം. ഈ ഭാഗവതത്തെ സംബന്ധിച്ച് അതിന്റെ മാഹാത്മ്യത്തിൽ വ്യക്തമായി പറയുന്നു, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ വർധനത്തിനാണ് ഭാഗവതം. കേട്ടാണല്ലോ? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ വർധനവിനാണ് ഭാഗവതം. ഇന്ന് സന്യാസിമാര് നടത്തുന്ന സപ്താഹങ്ങളുടെ പോലും നോട്ടീസ് നിങ്ങൾ നോക്കിക്കോളൂ. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നത് ഭാഗവതം കൊണ്ട് വളരെ നല്ല എഴുതിയിട്ടുണ്ടല്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവും, ഇത് കേട്ട് കഴിഞ്ഞാൽ ശത്രു നശിച്ചു പോകും, ഇത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യം ഉണ്ടാവും. ഇല്ലേ? രുക്മിണി സ്വയംവരം നടത്തി കേട്ടാല് കല്യാണം കഴിയും മോളുടെ. കംസവധം വായിച്ചാല് ശത്രു നശിച്ചു പോകും. പിന്നെ കൃഷ്ണന്റെ ജനന വൃത്താന്തം, അവതാര ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ മക്കളുണ്ടാവും. ഇതൊക്കെയാ പറയണത്. നമ്മളൊരു സപ്താഹക്കാരനെ കയ്യോടെ പിടിച്ചു ചോദിച്ചാൽ, നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കല്യാണം കഴിയാത്ത മോളുണ്ടല്ലോ, അപ്പൊ ഈ രുക്മിണിയുടെ കല്യാണം കഴിഞ്ഞതുപോലെ നിങ്ങളുടെ മോളെ കല്യാണം കഴിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പിന്നെ ഈ കംസവധം വായിച്ചാല് ശത്രു നശിക്കുന്നതാണല്ലോ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ മോൻ, നിങ്ങളുടെ അമ്മ, അവന്റെ അമ്മേന്റെ സഹോദരനെ കൊല്ലാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അയ്യോ ഇല്ല സ്വാമി. പിന്നെ നിങ്ങളുടെ വിഡിതരം പറയുന്നത്. നാരദനാണ് സപ്താഹം ആദ്യം നടത്തിയതെങ്കിൽ വളരെ യുവതിയായ ഭക്തി,
ജരാനര ബാധിച്ച ജ്ഞാനവൈരാഗ്യങ്ങള്, ആ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന മക്കളെ ഒന്ന് ഉജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് നാരദൻ സപ്താഹം കഴിച്ചു. ഇത്ര നമ്മൾ പറയണതല്ല, അതുകൊണ്ടാണ്. എന്നത് ഇന്നിപ്പോ എന്തായി? എന്തുകൊണ്ട്? അവിടെ ശരിക്കുള്ള ഭാഗവതത്തിന്റെ ലക്ഷ്യം പറഞ്ഞാൽ 10 പേരെ കേൾക്കാനുണ്ടാവുള്ളൂ. അപ്പൊ ദക്ഷിണയുടെ അളവ്. അപ്പൊ എന്തായി? ഇതൊക്കെയാണ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആൾക്കാർ കൂടുകയായി, ദക്ഷിണ കിട്ടുകയായി, വിദ്വാനായി അറിയപ്പെടുകയായി. അങ്ങനെ വന്ന് ഈ തെക്കൻ കേരളത്തില് ഭാഗവത പാരായണക്കാരുടെ കമ്മിറ്റി അടക്കമുണ്ട്, സൊസൈറ്റി ഉണ്ട്. തമാശയല്ല. ഞങ്ങളവിടെ വടക്കുണ്ടാക്കിയാൽ എങ്ങനെയാന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ അപ്പൊ ശങ്കരാചാര്യസ്വാമികളുടെ സിദ്ധാന്തത്തിന്റെ ഗരിമയിലേക്ക് സാമാന്യ സമാജത്തിന് പലപ്പോഴും എത്തിപ്പെടാൻ കഴിയില്ല. രണ്ട് മനസ്സിലാക്കുക, വളരെ സാധനാപൂർവം ചെയ്യണം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഉപനിഷത്തുക്കളിൽ ഏറ്റവും ആർജവത്തോടുകൂടി, ഉപനിഷത്തുക്കൾ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് എല്ലാ ഉപനിഷത്തും ശ്രേഷ്ഠമാണ്, പക്ഷെ ഏറ്റവും ആർജവത്തോടുകൂടി തത്വപ്രതിപാദനം ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ നമ്മളുടെ വായിൽ ആദ്യം വരിക കേനോപനിഷത്താണ്. കേനോപനിഷത്താണ്. ഇത്ര ആർജവത്തോടുകൂടി അദ്വൈത സമർത്ഥനം ചെയ്യുന്ന ഒരു ഉപനിഷത്ത് ചുരുങ്ങും. കാരണം മനനത്തിനുള്ള പ്രകാരം ഇത്ര സുന്ദരമായിട്ട് പ്രതിബോധ വിദിതം മതം എന്നുള്ള ഒറ്റ വാക്ക് മതി. അത് കഴിഞ്ഞ് അത്രയ്ക്ക് ഉയർന്ന ശിഷ്യൻ അല്ലെങ്കിൽ പോലും മനസ്സിലാവാൻ വേണ്ടി കഥയുടെ സഹായത്തോടു കൂടിയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഉപനിഷത്ത് ചർച്ച പൂർത്തിയാക്കി ഗുരുനാഥൻ നിർത്തിയപ്പോഴാ ചോദിക്കുന്നത് ശിഷ്യൻ, ഉപനിഷദം ഭോ ബ്രൂഹി. നമ്മളാരെങ്കിലും ആച്ചാ വിചാരിക്കുക ഗുരുനാഥൻ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല, അപ്പൊ ഉറങ്ങിപ്പോയി, അപ്പൊ വേറെ വല്ല ചിന്തയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ചോദിച്ചതാന്ന് വിചാരിക്കാം. ഇതല്ല, ഉപനിഷത്തിലെ ശിഷ്യനാ. അത് നല്ല ഏകാഗ്രബുദ്ധിയാ. അപ്പൊ അവൻ ഗുരുനാഥൻ പറയുന്ന ഒരു വാക്കുപോലും കേൾക്കാതിരിക്കില്ല. പിന്നെന്താ ചോദിച്ചതിന്റെ അർത്ഥം? ബ്രാഹ്മീഭാവകില, ബ്രഹ്മസംബന്ധിയായ ആ ഉപനിഷത്തുണ്ടല്ലോ, അത് എനിക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ എന്തൊക്കെ ഞാൻ ജീവിതത്തിൽ ചെയ്യണം? അപ്പോഴാണ് പറയുന്നത് തസ്യൈ തപോധമ കർമ്മേതി പ്രതിഷ്ഠ വേദാഹ സർവാംഗാനി സത്യമായ ധനം. ഈ ഉപനിഷത്തിനെ സാക്ഷാത്കരിക്കണമെങ്കിൽ ജീവിതത്തിൽ തപസ്സനുഷ്ഠിക്കണം, ഇന്ദ്രിയ നിഗ്രഹം വേണം, സൽക്കർമ്മങ്ങളെ ആചരിക്കണം, വേദം സ്വാധ്യായം ചെയ്യണം, സർവോപരി സത്യനിഷ്ഠമായ ജീവിതം നയിക്കണം. ഇതൊക്കെ ചെയ്താലേ ഉപനിഷത്തിന്റെ ഹൃദയം മനസ്സിലാവും. അല്ലെങ്കിൽ ഉപനിഷത്ത് ഗ്രന്ഥം പിടിച്ചു നടക്കാം. വിദ്വാനാണ് ഞാൻ, സ്വാമി ചിദാനന്ദപുരി, നിങ്ങൾക്ക് അറിയില്ലേ തന്നെ, ഞാൻ വലിയ വിദ്വാനാണ്, പണ്ഡിതരത്നമാണ് പോലെ എന്നൊക്കെ പറഞ്ഞു നടക്കാം. അത്രയേ ഉള്ളൂ. പണ്ഡിതരത്നം കിട്ടിയ ഗുണം തന്നെ 10,000 രൂപ കിട്ടി, അത്ര തന്നെ. അല്ലാണ്ട് എന്താ പറഞ്ഞുള്ളത്? ഒന്നുമില്ല. ഒരർത്ഥം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഉപനിഷദർത്ഥം നമുക്കുള്ളിൽ പ്രകാശിക്കണമെങ്കിൽ ഈ പറഞ്ഞ വിധാനത്തിലൂടെ വരണം. അങ്ങനെയൊക്കെ വന്ന് ശാങ്കരകൃതികളിലേക്ക് സമീപിക്കുന്നവർ തുലം വളരെ 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 ചുരുങ്ങും. എങ്കിലും നമ്മുടെ കർത്തവ്യം എന്താണെന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റാശ്രമങ്ങളിലും ചെയ്യാൻ പ്രേരണ കൊടുക്കുന്നു. നമ്മളത് കഴിയുന്ന രീതിയിൽ ശാങ്കര ഭാഷ്യങ്ങളെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നു. അത് കേൾക്കാൻ ധാരാളം പേര് പഠിക്കാൻ വരുന്നു, പഠിക്കുന്നു, പോകുന്നു. നമ്മൾ ഓരോരുത്തരും ചെയ്യാം. അതേ പറയാനുള്ളൂ, വേറൊന്നുമില്ല. പിന്നെ സർവോപരി ഈ പ്രസംഗവും ജീവിതവും വിഭിന്നങ്ങളാവുമ്പോൾ അതെവിടെയും പ്രവേശിക്കില്ല. നമ്മുടെ ജീവിതം അതിനനുസൃതമാകണം. ആ ഒരു ജീവിതക്രമം പാലിച്ചുകൊണ്ട് ശാസ്ത്രപ്രചരണം ചെയ്യുക, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. ഇതായി പറയാനുള്ളത്. എന്തെങ്കിലൊക്കെ നമുക്ക് നമ്മളെ ഒരാക്കലമില്ല, ഇന്ന് നമുക്ക് സംസാരിക്കാം, നമുക്ക് എന്ത് സംസാരിക്കാം. അപ്പോഴേ വിശദങ്ങളായി പല ആശയങ്ങൾ വരും. നമ്മുടെ ഭാഷ ഇപ്പോ അത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ ശ്രമിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മാൻജി സാറ് ചോദിച്ച ഒരു ചോദ്യം, ഇതിന്റെ പ്രചാര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വന്നത്. അവിടെ നമ്മുടെ ഈ ദേവഭാഷയായിട്ട് പ്രചരിപ്പിച്ചു വന്നിട്ടുള്ള ഈ സംസ്കൃത ഭാഷ നമ്മുടെ ഇതിഹാസങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂക്തങ്ങളോ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നിടത്ത് ഭാഷ ഒരു തടസ്സമായിട്ടില്ല.
ഇത് കാലാകാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു വരുന്നതിന് പ്രതിവിധിയായിട്ട് നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, വരും കാലങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മുടെ സകല ശാസ്ത്രങ്ങളും നിലനിന്നത് വാസ്തവത്തിൽ ഈ ഭാഷയുടെ മഹത്വം കൊണ്ടാണ്. സംസ്കൃത ഭാഷയുടെ മഹത്വം കൊണ്ടാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന്, പരമാവധി സംസ്കൃത ഭാഷാ പ്രചരണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ സംസ്കൃത ഭാഷ പ്രചരിപ്പിക്കുക, പഠിക്കാൻ കൂടുതൽ കൂടുതൽ പ്രേരിപ്പിക്കുക. ആദ്യം നമ്മുടെ മക്കളെ അങ്ങനെ ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് സംസ്കൃത ഭാഷയിൽ വിരചിക്കപ്പെട്ട നമ്മുടെ കൃതികളെ, ഗ്രന്ഥങ്ങളെ പരമാവധി സമാജത്തിൽ ഏത് ഭാഷയിലാണോ ആ ഭാഷയിലൊക്കെ ഭാഷാന്തരം ചെയ്ത് എത്തിക്കുക. ഇതിന് ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇനിയും നടക്കും. അപ്പൊ സമൂഹത്തിൽ പരമാവധി എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കർത്തവ്യം. ഇവിടെ തന്നെ ഇപ്പൊ വേദവ്യാഖ്യാനാർത്ഥം ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇവിടുന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും വ്രതമായിട്ട് ഇപ്പോ ഈ 75 ദിവസം പ്രഭാഷണം ഇവിടെ നടക്കുക. ആചാര്യ നരേന്ദ്രഭൂഷൺ അദ്ദേഹം ചെയ്തിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഒരു 10 പുസ്തകം ഞാൻ എൻ്റെ കൈകൊണ്ട് പ്രചരണം ചെയ്യും. അല്ലെങ്കിൽ വേണ്ടില്ല, ഒരു ദിവസം ഞാൻ ഒരു പുസ്തകമെങ്കിലും പ്രചരണം ചെയ്യും. അങ്ങനെ വെറുതെ ഒരാൾ എടുത്തു നോക്കും. അങ്ങനെ നമ്മൾ എടുക്കണം, അല്ലാണ്ട് എന്ത് ചെയ്യും? അല്ലാണ്ട് വേറെ ആരും നമുക്ക് ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി വരായില്ല, ദൈവം പ്രവാചകനോട്ട് പറഞ്ഞയക്കുകയില്ല, രണ്ടുമില്ല. ഏതെങ്കിലും പ്രവാചകനെ കാത്തിരുന്നിട്ട് കാര്യമില്ല, ഏതെങ്കിലും മോൻ വരുന്ന വിചാരിച്ചിരുന്നിട്ടും കാര്യമില്ല. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. നമ്മുടെ ബന്ധു നമ്മളാണ്, നമ്മുടെ ശത്രുവും നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൗത്യത്തിലെടുക്കും. അപ്പൊ 2 കാര്യങ്ങളാണ്. ഒന്ന്, സംസ്കൃത ഭാഷ എത്ര പഠിപ്പിക്കാൻ കഴിയുമോ അത്രയും മക്കളെ പഠിപ്പിക്കുക, അതിനുള്ള സംവിധാന ക്രമങ്ങൾ ഉണ്ടാക്കുക. അതിന് അവനവനാൽ എന്ത് സാധിക്കുമോ അത് ചെയ്യുക. നോക്കൂ, മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് ഒരു വിദ്യാലയത്തിൽ സംസ്കൃത അധ്യാപകനില്ല. അപ്പം നമ്മളവിടെ ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് അറിഞ്ഞു, നമ്മൾ കുറെ കുട്ടികളെ സംഘടിപ്പിച്ചു. നിങ്ങൾ ആവശ്യപ്പെടും, 10 കുട്ടികൾ ആവശ്യപ്പെട്ടാൽ ടീച്ചറെ വെക്കണം. അങ്ങനെ 10 കുട്ടികളെ കൊണ്ട് ആവശ്യപ്പെടിച്ചു. അപ്പൊ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തില്ല, പക്ഷെ PTA എന്ത് ചെയ്തു, ഒരു സംസ്കൃത അധ്യാപകനെ വെച്ചു. അങ്ങനെ സംസ്കൃത അധ്യാപകനെ വെച്ച് 3 കൊല്ലം തുടർച്ചയായിട്ട് വിദ്യാർത്ഥികൾ ഉണ്ടായപ്പോൾ റെഗുലറൈസ് ചെയ്തു, അവിടെ അപ്പോയിന്റ് ചെയ്തു ടീച്ചറെ, സ്ഥിരം ടീച്ചർ. ഇങ്ങനെ നമുക്ക് കഴിയുന്നത് ചെയ്യുക സംസ്കൃത പ്രചരണത്തിന് വേണ്ടി ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഭാഷാന്തരപ്പെടുത്തി പ്രചരിപ്പിക്കുക. അത്തരം ഗ്രന്ഥങ്ങൾ നമ്മൾ ആവുന്നത് പ്രചരിപ്പിക്കുക. അത് വീട്ടിൽ ഗൃഹപ്രവേശത്തിനോ വിവാഹത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ അതിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും. ഇപ്പോൾ പാത്രം വാങ്ങിക്കൊണ്ടുപോയി, അവിടെ അല്ലെങ്കിൽ തന്നെ പാത്രമുണ്ട്, നമ്മൾ കൊണ്ടുപോയ പാത്രത്തിന്റെ കൂടെ അത് കൂടി വെച്ചിട്ട് അവരാകെ വിഷമിക്കും. പകരം ഇത്തരം ഗ്രന്ഥങ്ങൾ കൊണ്ടുപോകുക, കൊടുക്കുക. വായിച്ചില്ലേ, വായിക്കണ്ട. പക്ഷെ അവരുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വായിക്കും, ആരെങ്കിലും കാണും. അങ്ങനെ ചില വ്രതം നമ്മൾ ഓരോരുത്തരും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉയരാനും ഉയർത്താനും സാധിക്കും. അതാണ്. പിന്നെ മറ്റൊന്ന്, ഈ ഭാഷയുടെ മഹത്വത്തെ ഇറക്കിക്കൊണ്ടിരരുത്. നമ്മൾ ഉറപ്പിച്ചു പറയുന്നു, ഈ ഭാഷയുടെ മഹത്വത്തെ ഇറക്കിക്കൊണ്ടിരരുത്. അവിടത്തേക്ക് നമ്മൾ ഉയർത്താനേ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം സംസ്കൃതം ലഘൂകരിക്കണം എന്ന് ആവശ്യമുണ്ട്. സംസ്കൃതം ലഘൂകരിക്കുകയല്ല വേണ്ടത്, നമ്മളെ ഉയർത്തുകയാണ് വേണ്ടത്. ഗൗരീശങ്കരത്തിന്റെ ശിഖരം മുറിച്ചു കളഞ്ഞിട്ട് നമുക്കെല്ലാം കയറുന്ന രീതിയിലാക്കുകയല്ല വേണ്ടത്. നമുക്കത് കയറാനുള്ള ആരോഗ്യവും ശക്തിയും ലക്ഷ്യബോധവും നൽകുക വേണ്ടത്. അതിന് പരിശ്രമിക്കണം. ഇത് വളരെ ശ്രദ്ധിക്കുക. കാരണം സംസ്കൃതത്തിന്റെ മഹത്വം സംസ്കൃതത്തിന് ഒന്നിനുമില്ല. പ്രത്യേകിച്ചും അതിന്റെ വ്യാകരണ നിബദ്ധമായ ശൈലിയുടെ മഹത്വം അത്യത്ഭുതകരമാണ്. ഈ ഭാഷകളുടെ മൂലമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശങ്കരാചാര്യസ്വാമികൾ സർവജ്ഞയുടെ കഴിഞ്ഞ് സമാധി ഇതുവരെ മനസ്സിലാക്കി. അപ്പോൾ അങ്ങ് പറഞ്ഞു അദ്ദേഹം മുകളിലേക്ക് കയറിപ്പോയി. അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. അങ്ങനെയാണ് മാനിക്കപ്പെട്ടു വരുന്നത്.
കേദാർനാഥ് ജ്യോതിർലിംഗത്തിന്റെ പിൻവശത്തായിട്ട് ശങ്കരാചാര്യര് ഹിമാലയത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് നമ്മളെല്ലാം മാനിക്കുന്ന ആ ഒരു സ്ഥാനം പ്രത്യേകമായിട്ട് ആദരപൂർവം നിലനിർത്തിയിട്ടുണ്ട്. സർവജ്ഞപീഠം കയറി ഉടനെ സമാധിയായി പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. സ്വതവേ സമാധിസ്ഥനാണ്, എപ്പോഴും സമാധിസ്ഥനാണ്, എപ്പോഴും സമാഹിതനാണ്. ലോകവ്യവഹാരങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആന്തരികമായി സമാഹിതം തന്നെയാണ്. പിന്നെ ശരീരം ഉപേക്ഷിച്ചു, അത്രയേ ഉള്ളൂ. ഇതില് കേരളത്തിൽ മലയാളികൾ എന്താ പറയുക വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് സമാധിയായത്. അവിടെ സമാധി മന്ദിരം ഉണ്ടെന്നുള്ളത് ശരിയാണ്. സമാധി വീട് അവിടെ ഉണ്ട്, ശങ്കര സമാധി വീട് എന്നുള്ള രൂപത്തിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലുണ്ട്. അവിടെ വിരോധമൊന്നുമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 280 ശങ്കരാചാര്യന്മാർ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. അവരിലായിരുന്നു ആവാം, ഒരു വിരോധമില്ല. അത്രയേ ഉള്ളൂ. അതിന്റെ തർക്കത്തിലേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല എന്നർത്ഥം. സാഖ്യത്തെ ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിട്ടില്ല. മറിച്ച് സാഖ്യത്തിൽ നിന്ന് സാഖ്യത്തിലെ സത്വ രജ സ്തമോ ഗുണങ്ങളെ വർണ്ണിച്ച അപഗ്രഥിച്ച സമ്പ്രദായ ക്രമത്തെ ഗീതാഭാഷ്യത്തിൽ ഭാഷ്യകാരൻ എടുത്തു പറയുന്നുണ്ടെന്ന് മാത്രമല്ല പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഏത് ദാർശനികർ പറഞ്ഞ സിദ്ധാന്തമായാലും യുക്തിക്കും ശ്രുതിക്കും അനുസരിച്ച് സ്വീകരിക്കാൻ പറ്റുന്നതൊക്കെ സ്വീകരിക്കാം. നിരീശ്വരവാദമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതിനർത്ഥം വേദത്തിന്റെ അല്ലെങ്കിൽ വേദഹൃദയം ആചാര്യസ്വാമികൾ ബോധിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് അവതരിപ്പിച്ച പക്ഷികളെയാണ് പ്രധാന പൂർവപക്ഷികളായിട്ട് ഭാഷ്യത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഭാഷ്യത്തിൽ ഏറ്റവും അധികം പൂർവപക്ഷിയായിട്ട് എടുത്തിട്ടുള്ളത് ഈ ബൗദ്ധരിൽ തന്നെയുള്ള നാസ്തികതയാണ്, നാസ്തികവാദികളെ, ശൂന്യവാദികളെയാണ്. പിന്നെ സാഖ്യനെയാണ്. ഈ സാഖ്യന്റെ ഏത് വാദത്തെ, ഒറ്റ വാദത്തെ മാത്രമേ എതിർക്കുന്നുള്ളൂ ഭാഷ്യകാരൻ. ആവർത്തിച്ച് പ്രകൃതി പുരുഷൻ ഇവ രണ്ടും തീർത്തും ഭിന്നങ്ങളാണ്, പ്രകൃതിയിൽ നിന്നാണ് സൃഷ്ടി. ഈ രണ്ട് വാദങ്ങളെയാണ് ഭാഷ്യകാരൻ ആവർത്തിച്ചത്. ആത്യന്തികമായി ഭിന്നത പ്രകൃതിക്കും പുരുഷനുമില്ല. മറിച്ച് ഏകവും അദ്വിതീയവുമായതിന്റെ അനന്യ ശക്തി വിശേഷമായിട്ടാണ് ഇവ രണ്ടിനെയും മനസ്സിലാക്കുന്നത്. സാഖ്യം അതല്ല അംഗീകരിക്കുന്നു. അചേതനമായതിൽ നിന്ന് സൃഷ്ടി ഉണ്ടാവില്ല വേദാന്തത്തിന്റെ കാഴ്ചപ്പാട്. പ്രകൃതിയിൽ നിന്ന് സൃഷ്ടി എന്നാണല്ലോ. പ്രകൃതി വികാരിയാണ്, പരിണാമിയാണ്, പുരുഷൻ അപരിണാമിയാണ്. അചേതനമായത് ഒരിക്കലും ഈ അചിന്ത്യ രചനാരൂപമായിട്ട് തീരില്ല. അചിന്ത്യ രചനാരൂപമായിട്ട് ഈ പ്രപഞ്ചം തീരുമ്പോൾ അത് ചേതനമായതിൽ നിന്നാവാനേ സാധ്യമുള്ളൂ എന്നുള്ളതാണ് ഭാഷ്യകാരൻ പറയുന്നത്. അത് തന്നെ അവിടെയാണ് വ്യത്യാസം വരുന്നത്. സാന്നിധ്യകാരകനും പ്രകൃതിയും ഭിന്നങ്ങളല്ല. അതാണ് പറഞ്ഞത്, ഒരിക്കലും രണ്ടും ഒന്നല്ലല്ലോ. ഈ തർക്കം എന്നും തുടരും. ഭാഷ്യകാരന്റെ മതമാണ് പറയുന്നത്, അദ്വൈത സിദ്ധാന്തമാണ് പറയുന്നത്, ഒരിക്കലും ആത്യന്തികമായി രണ്ട് തത്വം ഇല്ല. ആത്യന്തികമായി രണ്ട് തത്വം ഇല്ല. രണ്ട് തത്വം ഉണ്ടെന്ന് സാഖ്യം. ഈ പല ദർശനങ്ങൾ എന്തുകൊണ്ടുണ്ടായത്? അതിന് ഒരു ദർശനം പോലെ എല്ലാ ചിന്താതലങ്ങളിലുള്ളവർക്കും കയറി പറ്റാനും അവരവർക്ക് വിചാരത്തെ ആശ്രയിക്കാനുള്ള പടികൾ വേണം. ഒരു സോപാന പങ്ക്തിയായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഒരു പ്രശ്നമില്ല. ഏതുവരെ? അന്വേഷകനും അന്വേഷ്യവും അന്വേഷണവും ഇല്ലാതാവുന്നത്. അതൊരാൾക്ക് പ്രാഥമിക തലത്തിൽ സംതൃപ്തി വന്നു അവനവിടെ ഇരുന്നാൽ മതി. അവനോട് വേദാന്തം പഠിക്കണമെന്നും നമ്മൾ പറയില്ല. ഒരാൾക്ക് ചാർവാകത്തിൽ സംതൃപ്തി കണ്ടെത്തി നല്ല പൗരനായിട്ട് ജീവിക്കുകയോ അവന്റെ തലയിൽ വെറുതെ മാണ്ഡവ്യോപനിഷത്ത് പറഞ്ഞു കൊടുത്തിട്ട് തല ചൂടാക്കിക്കാൻ നമ്മൾ നിൽക്കില്ല. കാരണം അവനെ സംബന്ധിച്ച് രാജാവ് ഈശ്വരനാണ്. ആ ഈശ്വരന്റെ നിർദ്ദേശം പാലിച്ച് നല്ല പൗരനായിട്ട് ജീവിക്കണം ചാർവാകന്. അവന്റെ വെറുതെ ബുദ്ധിയെ നമ്മൾ ഇളക്കാൻ പോകരുത്. അത് സന്തോഷമായിട്ട് അവിടെ ഇരുന്നോട്ടെ. ആർക്കതിൽ സന്തോഷം ഇല്ലേ? ഇതിനപ്പുറത്തുള്ളത് എന്താണെന്ന് അന്വേഷിച്ച് വരുന്നുണ്ടോ അവന് കൊടുത്താൽ മതി അടുത്ത പാഠം.
അവിടെയും സംതൃപ്തനായിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ സംതൃപ്തനായിരുന്നോട്ടെ. അത് സംതൃപ്തനല്ലാതെ വരുന്നുണ്ട്. അങ്ങനെയാണ് ദർശന വിവിധത വരുന്നത്. ആചാര്യന്മാരെല്ലാവരും പരം കണ്ടവരാണ്. നമ്മൾ വിചാരിക്കും ഇവർ പരസ്പരം വിഭിന്ന പക്ഷങ്ങളായി തല്ലുകൂടിയവരാണ്. അവർക്ക് ഒരു തല്ലുമില്ല. കാരണം അവർ പലർക്ക് ആശ്രയിക്കാനുള്ള പടവുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നോക്കൂ, ഏകമാണ് അദ്വിതീയമാണെന്നുള്ള സത്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. അവിടെ പ്രകൃതിയും പുരുഷനും പറഞ്ഞു. എന്നാ പ്രകൃതിയും പുരുഷനും മാത്രം മതിയോ യോഗിക്ക്? യോഗി ഈശ്വരനെ കൂടെ ചേർത്തു. ശേശ്വര സാഖ്യം വികസിച്ചു വന്നു. ശേശ്വര സാഖ്യത്തിലെ തലത്തുനിന്ന് മാറി ഈശ്വരൻ എന്നുള്ളതിന് നിശ്ചയമായിട്ട് അംഗീകരിച്ച് നോക്കൂ എന്ന് യോഗിക്ക് വന്നു. ക്ലേശകർമ്മ വിഭാഗാശയൈ അപരാമൃഷ്ട പുരുഷവിശേഷ. അപ്പൊ പുരുഷവിശേഷ ഇപ്പൊ സാഖ്യമാണ് യോഗത്തിന്റെ അടിസ്ഥാനമെങ്കിലും അവിടുന്ന് വളരെ വികസിച്ചു യോഗാവുമ്പോഴത്തേക്ക്. ഇതിനെ രണ്ട് സിദ്ധാന്തം, അവിടെ ആശ്രയിക്കേണ്ടത് അവിടെ ഇരിക്കട്ടെ, ഇവിടെ ആശ്രയിക്കേണ്ടത് ഇവിടെ ഇരിക്കട്ടെ. അതാണ് കൃതാർത്ഥ. അതേ ഉള്ളൂ. അല്ലാതെ ഈ ശാസ്ത്രങ്ങളൊക്കെ അതിക്രമിക്കപ്പെടുന്നതാണ്. ഈ ഉപനിഷത്തും ബ്രഹ്മസൂത്രവും ഗീതയും സകലം പോണം. ഏതുപോലെ പുഷ്പം വളരെയധികം അന്തരീക്ഷ സമ്മർദ്ദത്തെ അതിക്രമിച്ച് വിടർന്ന് പൂവായി. ഏതുവരെ പൂവ് നിൽക്കും? കായ രൂപപ്പെടുന്നത് വരെ. ആ കായക്കുള്ളിൽ വിത്ത് പരിപക്വമായാലോ പൊട്ടിപ്പൊളരും. ഇത്രയേ ഉള്ളൂ. പലരുടെ തലങ്ങളിലേക്കാണല്ലോ. അതെ, അങ്ങനെ വരുമ്പോ അതിനെല്ലാം ഉണ്ട്, സൂത്രമുണ്ട്, വേദമുണ്ട്. വേദമാണ്, ഇതെല്ലാം വൈദികമാണ്. ഋഷീശ്വരന്മാർ നമുക്ക് തന്ന അറിവ്, വേദം, വേദത്തിന്റെ ആ നൂല്, അല്ലെങ്കിൽ ഒരു വാക്ക് കുറച്ചും കൂടി നന്നായി പറയാം, ധർമ്മം. അത് നൂലാണ്, സൂത്രമാണ്. ആ സൂത്രത്തെ ശക്തിപ്പെടുത്തുക, അതാണ് നമ്മുടെ കർത്തവ്യം. മുത്തുകൾ പലതാണ്, മുത്തുകൾ വിഭിന്നങ്ങളുമാണ്. ചിലപ്പോൾ സ്ഥൂല ദൃഷ്ടിയ ബാഹ്യദൃഷ്ടിയ വിരുദ്ധമാണെന്നും തോന്നിയേക്കാം. പക്ഷേ ആ നൂലുണ്ട്, അത് ധർമ്മത്തിന്റെ നൂലാണ്. അതിനെ ശക്തിപ്പെടുത്തുക. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ശങ്കരാചാര്യ സ്വാമികളെ ഒരു സമുദായം കൈയടക്കിയത് പോലെ ഇപ്പോഴത്തെ പ്രവർത്തനം കാണുന്നു. ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ചി കാമകോടി പീഠത്തിലെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരാൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹം ചെന്ന സമയത്ത് അദ്ദേഹത്തിന് മറ്റ് ആളുകളെ പോലെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഈ ഒരു അവസ്ഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഈ പല സമ്പ്രദായങ്ങളും ഏതെങ്കിലും ഒരു സമുദായം കൈയടക്കി വെച്ചിരിക്കുകയാണ്, പുറത്തോട്ട് വ്യാപിക്കുന്നില്ല. കാരണം നമ്മുടെ പരിമിതത്വം അല്ലാണ്ടൊന്നുമില്ല. ശ്രീനാരായണ ഗുരുദേവനെ ഏവസ്വാമിയായും ചട്ടമ്പി സ്വാമിയെ നായർ സ്വാമിയായും മാനിക്കുന്ന നമുക്ക് ഇതിനെന്താ ചെയ്തുകൂടാത്ത? നമ്മളിതിനെന്താ ചെയ്തുകൂടാത്ത? നോക്കൂ, സ്വന്തം അനുഭവം പറഞ്ഞുതരാം. സ്വന്തം അനുഭവം പറയുമ്പോൾ അതിന് മറ്റൊരു ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല, മറ്റാരുടെ സമ്മതി ആവശ്യമില്ല. അയാൾ സ്വന്തം അനുഭവമാണ്. നമ്മൾ കൊല്ലം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയ സമയം, ആ ക്ഷേത്രം NSSന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്ഷേത്രമാണ്. പ്രഭാഷണം കഴിഞ്ഞു, ഉച്ചഭക്ഷണം കഴിഞ്ഞു, നമ്മൾ കുറച്ച് പേരവിടെ ഇരിക്കും. പ്രഭാഷണം നടന്ന പൊതുജനങ്ങളൊക്കെ പോയി. ചില ആൾക്കാർ, ചില പ്രമാണിമാരാണെന്ന് ഒക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചില ആൾക്കാർ വന്നു. സ്വാമിജി, അങ്ങേക്ക് സമൂഹമായിട്ട് നെറ്റി ഇടപഴകി ധാരാളം പരിചയവും ബോധവും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഈഴവന്മാർക്കാണ് ശക്തി കൂടുതൽ. എത്ര നമ്മൾ പരിശ്രമിച്ചിട്ടും അവരെടുപ്പിക്കെത്താൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ നമ്മളെ സമൂഹത്തിന് കുറേ കൂടി ഉയരാൻ എന്താ വഴി എന്നുള്ളത് സ്വാമിജിയുടെ അഭിപ്രായം പറഞ്ഞു തരണം. സ്വാമിജിക്ക് പൊതുവേദിയിൽ ഹിന്ദുവിന്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, നമ്മൾ ഒത്തുകൂടുമ്പോഴല്ലേ നമ്മുടെ കാര്യം പറയാൻ പറ്റുള്ളൂ.
അവര് ചിദാനന്ദപുരി സ്വാമിയെ നായർ സ്വാമിയാക്കി. തിരുവനന്തപുരം ജില്ലയിൽ ഒരാശ്രമത്തിൽ ഇതേ ചിദാനന്ദപുരി സ്വാമി പോയി ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം വ്യാഖ്യാനിക്കുകയാണ്. വ്യാഖ്യാനം കേട്ടു. വളരെ തന്മയീഭാവത്തിൽ ഇരിക്കുന്നുണ്ട്. കുറെ പേര് ചിലരുടെ കണ്ണു നടക്കാൻ ധാരധാരയായിട്ട് വെള്ളം വരുന്നുണ്ട്. അജാതിയ വ്യാഖ്യാനം. അങ്ങനെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് അവിടെ ധാരാളം വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങൾക്കൊക്കെ തല കെട്ടിയിട്ടുണ്ട്. അവരുടെ വൃക്ഷത്തിന്റെ തലയിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ദാ വന്നുവല്ലോ നേരത്തെ അതേ മുഖങ്ങൾ, പക്ഷെ ഛായ മാറ്റി മുഖത്തിന്റെ ആകൃതിയൊക്കെ വരെ, പക്ഷെ അതേ മുഖമാണ്. സ്വാമിജി, ഇവിടെ ഉണ്ടല്ലോ NSS നായന്മാർക്കാണ് ശക്തി. നമ്മൾ എത്ര പരിശ്രമിച്ചിട്ട് അവരെടുപ്പിക്കാവുന്നില്ല. അപ്പൊ നമ്മുടെ ഇഴവ സമൂഹത്തിന് കുറേയും കൂടി ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ എന്താ വേണ്ടത്? സ്വാമിജിയുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. സ്വാമിജിക്ക് പൊതുവേദിയിൽ നമ്മുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ, ഹിന്ദുവിന്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. ഒരേ വാക്ക്, അവർ ചിദാനന്ദപുരി സ്വാമിയെ ഈഴവസ്വാമിയാക്കി. ആശ്രമത്തിൽ സ്ഥിരമായി വരുന്ന ഒരു നമ്പൂതിരിയുടെ മകന്റെ ഉപനയനത്തിന് നമ്മളെ വിളിച്ചു. എന്നൊരു ചാപ്പാട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പോയി. അവിടെ ഉപനയന ചടങ്ങൊക്കെ കഴിഞ്ഞു. കുറെ സമയം ബാക്കിയിരുന്നു. അപ്പൊ അവർക്കൊരാവശ്യം, ഉപനയനത്തെ കുറിച്ച് സ്വാമിജി എന്തെങ്കിലും പറയണം. ഒരു 3/4 മണിക്കൂർ നേരം എന്താണ് ഉപനയനം, എന്തിനാണ് ഉപനയനം, എങ്ങനെയാണ് ഉപനയനം എന്നുള്ളത് പറഞ്ഞു. കഴിഞ്ഞില്ല. നേരത്തെ അതേ മുഖങ്ങൾ വന്നു, അതേ മുഖം. സ്വാമിജി, ഈ SNDP NSS ഒക്കെ ഉണ്ടാക്കിയ കാലത്ത് തന്നെയാണ് നമ്മുടെ യോഗക്ഷേമ സഭയുടെ ആവിർഭാവം. പക്ഷെ ഇന്ന് വരെ ഒരു കോളേജ് അല്ലാണ്ട് നമുക്ക് അതിൽ കൂടുതൽ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 സ്കൂളുകൾ, ഒരു സ്കൂൾ പോയി ക്രിസ്ത്യാനിക്ക് കൊടുത്തു, ഒരു സ്കൂളിൽ ആകെ ഒരു കോളേജും. നമ്മുടെ സമുദായത്തിന് കുറേയും കൂടി ഉയരാൻ എന്തൊക്കെയാ വേണ്ടത് സ്വാമിജി പറയണം. സ്വാമിജിക്ക് സമൂഹത്തിൽ ഹിന്ദുവിന്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ. അവർ ചിദാനന്ദപുരി സ്വാമിയെ നമ്പൂതിരി സ്വാമിയാക്കി. ഇവർക്ക് 3 ആൾക്ക് ഒരു ശബ്ദമാണ്. സ്വാമിക്ക് പുറത്ത് ഹിന്ദുവിന്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ, അകത്തിരിക്കുമ്പല്ലേ നമ്മുടെ കാര്യം പറയാൻ പറ്റൂ. ഈ അകവും പുറവും 2 എന്നുള്ളതാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ അവസ്ഥ. പിന്നെ ശങ്കരാചാര്യരെ നമ്മളെ ആളാക്കും, ചട്ടമ്പി സ്വാമിയെ നമ്മുടെ ആളാക്കും, ശ്രീനാരായണ ഗുരുദേവനെ നമ്മുടെ ആളാക്കും. ഓരോരുത്തർ ഓരോ സന്യാസിന്റെയും പൂർവാശ്രമം ഏതാണെന്ന് കണ്ടുപിടിച്ച് നമ്മളെ ആക്കി മാറ്റും. അതാണ് മലയാളി മനസ്സ്. വേറൊരു നാട്ടുകാരും ചെയ്യില്ല, വേറെ ഒരാളും ചെയ്യില്ല. ഇത് ചെയ്യുന്നവന്റെ പേരാണ് മലയാളി. സംശയമില്ല ഈ പറയണ. ഇനി നേരത്തെ പറഞ്ഞത് കാഞ്ചി കാമകോടിയുടേത്. ഈ ശങ്കരമഠങ്ങളിലുള്ള ശങ്കരാചാര്യന്മാർ അധികം അങ്ങനെ തന്നെയാണ്. അവരൊരു വൃന്ദത്തിന്റെ ഉള്ളിലാണ്. ശങ്കരാചാര്യന്മാര് ഒരു വൃന്ദത്തിന്റെ ഉള്ളിലാണ്. അവിടെ കുറെ പൂണുലിട്ടവർ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആർക്കും തൊടാൻ പറ്റില്ല, വേറെ ആർക്കും അടുക്കാൻ പറ്റില്ല. അപ്പൊ അവരങ്ങനെ ചെയ്യണത് ഭാഷ്യകാരൻ എന്ത് പഠിച്ചു, ഭാഷ എന്ത് പഠിച്ചു. സ്വർഗലോകം ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള അരമനകളില് ബിഷപ്പുമാര് താമസിക്കുന്നതിന് ക്രിസ്തു എന്ത് പഠിച്ചു. ക്രിസ്തുവിന്റെ സിദ്ധാന്തം വേറെ, ക്രിസ്ത്യാനിയുടെ ആചരണം വേറെ. ബുദ്ധന്റെ പഠിപ്പിക്കലെന്ന് വേറെ, ബൗദ്ധന്മാരുടെ ആചരണം ഒന്ന് വേറെ. ശങ്കരാചാര്യരുടെ സിദ്ധാന്തം ഒന്ന് വേറെ, ശങ്കരാചാര്യന്മാരുടെ ആചരണം ഒന്ന് വേറെ. ഇതിന് ആരാ പഠിച്ചത്? അതുകൊണ്ട് ഭാഷ്യത്തെയോ ഭാഷ്യകാരനെയോ അതിലൂടെ പറഞ്ഞുകൂടാന്നർത്ഥം. വ്യക്തമല്ല പറഞ്ഞത്. ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും 5 മണിക്ക് തുടങ്ങിയാണ്, 8 മണിന്ന് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ കാണുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. ഇത്രയും പേരുള്ളതുകൊണ്ട് ഇതൊരു വൻപിച്ച വിജയമാണെന്ന് എൻ്റെ വിജയം. ഞാൻ മാത്രം ഇവിടെ ഇരുന്നിട്ട് സ്വാമിജിയായിട്ട് സംബന്ധിക്കും എന്ന ആളിനോട് മറുപടി പറഞ്ഞു. സ്വാമി ചിദാനന്ദപുരി സ്വാമികളെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഒരു കാസറ്റിലൂടെ. എൻ്റെ അച്ഛൻ്റെ പേര് വളരെ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വാമി, നരേന്ദ്രഭൂഷൺ. എനിക്കറിയാം നരേന്ദ്രഭൂഷണെ എന്ന് പറയുക. വർഷങ്ങളായി, ഒത്തിരി വർഷങ്ങളായി. ഞാനിങ്ങനെ നോക്കി അച്ഛനോട് ചോദിച്ചു, ഈ സ്വാമിയെ അറിയാമോ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ അറിയില്ല.
ചിദാനന്ദ ഗുരുസ്വാമികൾ പറയുകയാണ്, എനിക്ക് നരേന്ദ്രഭൂഷണെ അറിയാം, നരേന്ദ്രഭൂഷൺ അങ്ങനെ പറയില്ല. ഞാൻ അന്ന് ഒരു കാറ് വിളിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. അദ്ദേഹത്തെ കാണാനൊത്തില്ല. അന്ന് രാത്രി തന്നെ ഇവിടുന്ന് യാത്രയായി പോയി. ഉത്തരം പറഞ്ഞത് MM അക്ബറിനോടാണ്. സ്വാമിജിക്ക് ഞാൻ ഇതുവരെ സ്വാമിജിയോടും പറഞ്ഞിട്ടില്ല ആ കാര്യം. ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോഴൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടുന്ന് ഒരു ടെലിഫോൺ ചെയ്തിട്ട് സ്വാമിജി ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഞാനിവിടെ ഇല്ല, അദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോയി. ഇപ്രാവശ്യം ഞാൻ അച്ഛനില്ലാത്ത അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഒരു നിമിഷ നേരം ആ ഡയറിക്കകത്ത് ബാലൻസ് ഇല്ല. ഒരു പ്രോഗ്രാം വെട്ടി നരേന്ദ്രഭൂഷന്റെ പ്രോഗ്രാമിന് വരും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ദിവസം തന്നെ ഞാൻ തീരുമാനിച്ചത്. 75 ദിവസത്തെ യജ്ഞം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയത്തില്ല ഇത് എവിടെ വരെ പോകും എന്ന്. പക്ഷെ 75 ദിവസവും നടത്തും. ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഒരാളെ ഉള്ളെങ്കിലും ഇവിടെ യജ്ഞം നടത്തിയിട്ട് ഒരാളെ ഇരുന്ന് ഇത് നടത്തിക്കൊണ്ട് പോകും. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരാളുള്ള സദസ്സിൽ ക്ലാസ് എടുക്കുന്ന സന്യാസിയാണ്, ഒരാളിനെ വെച്ച്. കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ ഞാൻ ആദ്യം പോകുമ്പോൾ അവിടെ 1 or 2 ആൾക്കാർ മാത്രം ഒരു ചെറിയ കെട്ടിടമായിട്ടാണ് കൊളത്തൂർ അദ്വൈതാശ്രമം കാണുന്നത്. എന്നാൽ എത്രയോ വളർന്നിരിക്കുന്നു, എത്രയോ. ഇത് നരേന്ദ്രഭൂഷൺ ഒരാളെ വെച്ച് ഇവിടെ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന സദസ് തന്നെയാണ്, ഒറ്റയാളിന്. ഇന്നവരെ വലിയ ആചാര്യന്മാരൊക്കെ അവരൊക്കെ ഇവിടെ പ്രസംഗത്തിനൊക്കെ വരുന്നുണ്ട്. സ്വാമിജി ഇടയ്ക്കിടയിലൊക്കെ പേരൊക്കെ സൂചിപ്പിച്ച് പോകുന്നുണ്ട്. പലരും കോഴിക്കോട്ട് ഫ്ലെക്സ് വെക്കുന്ന ആൾക്കാരുടെ, ആചാര്യന്മാരുടെയൊക്കെ കാര്യം. സദസ്സിൽ നിന്ന് മനസ്സ് തുറന്നുള്ള ഇന്ററാക്ഷൻ ഇനി ഉണ്ടാകണം എന്നാണ് എൻ്റെ. തുറന്നല്ല ഇതുവരെ ഉണ്ടായത് എന്നല്ല. പിന്നെ ഗുരുകുലത്തിൽ ഉള്ള ആൾക്കാരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗുരുകുലത്തിന്റെ സിദ്ധാന്തങ്ങൾ ഒരു കാരണവശാലും വരുന്ന അതിഥിയുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പക്ഷെ ചോദിക്കുന്നത് വളരെ ന്യായമായ രീതിയിൽ ചോദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊരു തർക്കത്തിന്റെ വേദിയായി മാറും. അവിടുത്തെ സിദ്ധാന്തം ഇവിടുത്തെ സിദ്ധാന്തം, സ്വാമിജിയെ ഏത് ഉദ്ദേശത്തോടു കൂടി വിളിച്ചോ അതിനുള്ള ഒരു എതിര്, സ്വാമിജി പറഞ്ഞതിനുകൂടെ എതിരായിട്ടുള്ള ഒരു ഭാവമായി മാറും. തർക്കം നമുക്ക് ഗുരുകുലത്തിനകത്ത് നിർത്താം. വിലയിൽ അതിഥിയായി എത്തിയിരിക്കുന്ന അദ്ദേഹത്തോട് വളരെ ഇതായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. സന്തോഷമുണ്ട്. പക്ഷെ ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ററാക്റ്റീവ് 1.5 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. ഇനി ഒരു 15 മിനിറ്റോട് ഇത് മുമ്പോട്ട് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇത്രയും പറഞ്ഞത്. കാരണം 8 മണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് 3 മണിക്കൂർ ഇവിടെ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഇത്രയും പേര് ഇരിക്കും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. വിജയവും പരാജയവും അല്ല ഇതിനകത്തെ വിഷയം. ചെങ്ങന്നൂര് വേറെ ആരുടെയും ജന്മദിനത്തിന് 75 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യം നടക്കത്തില്ല. അത് നല്ല ഉറപ്പുണ്ടായിട്ട് തന്നെ പറയാം. എന്റെ സാമ്പത്തികം ഉണ്ടായിട്ടൊന്നും അല്ല ചെയ്തത്. സ്വാമിജി ഒരൊറ്റ രൂപ വാങ്ങിക്കാതെ വന്നത്. ഞാനത് തിരിച്ച് കാറിലെങ്കിലും കൊണ്ടുവിടാം എന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കാറിലും പോകുന്നില്ല, വേറൊരാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒരു കാറ് പോലും ഇത് ചെയ്യാതാണ്. ചിലർ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസംഗത്തിന് ഇത്ര രൂപ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് നാളെ ദയവ് ചെയ്ത് ഈ സദസ് നാളെ നാരായണ സാറിന്റെ ഒരു പേപ്പറാണ്. വളരെ വളരെ സ്പെസിഫിക് ആയ ചില കാര്യങ്ങളാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ടാണ് അദ്ദേഹം ആ പേപ്പർ അവതരിപ്പിക്കുന്നതെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇത്രയെങ്കിലും സദസ് നാളത്തെ ഇതിനുണ്ടാവണമെന്ന ഒരു അപേക്ഷയുണ്ട്. കൂടുതൽ ആൾക്കാർ വേണമെന്ന അപേക്ഷയില്ല, പക്ഷെ ഇത്രയെങ്കിലും ആൾക്കാരെ ഇവിടെ എത്തുന്നു എന്നറിയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഗുരുകുലത്തിനെ സംബന്ധിച്ച് സ്വാമിജി എന്നും എന്തെല്ലാം എപ്പോഴും ഓടിയാൻ വേണ്ടിയാലും എന്തെങ്കിലും കാര്യം പറയും, തിരിച്ചു പോരും. ഇന്നും ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു കേട്ടിരുന്നവരൊക്കെ എന്ത് ധരിച്ച് കാണുമെന്നൊന്നും ഞാൻ ധരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം എപ്പോഴും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ 2 സന്യാസിമാരെ കേരളത്തിൽ എന്തെങ്കിലും വായിക്കുക എഴുതുക എന്തെങ്കിലും അല്ല, പണ്ഡിതന്മാരായിട്ടുള്ള സന്യാസിമാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് സ്വാമി ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികൾ. പക്ഷെ അദ്ദേഹം ജീവിതത്തിന്റെ അവസാന കാലഘട്ടമായപ്പോഴത്തേക്ക് പരാജിതന്റെ ഒരു മുഖത്തോടു കൂടിയാണ് നമ്മുടെ മുമ്പിൽ വന്നത്.
എന്ത് സംശയം ചോദിക്കാനും എപ്പോഴും സംശയം. ഐഡിയോളജിക്കലി ഭയങ്കര ഡിഫറൻസ് ഉള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സൈദ്ധാന്തിക നിഷ്ഠയിൽ വളരെ വ്യത്യസ്തമായ വീക്ഷണത്തോടു കൂടിയാണ് സ്വാമി ചിദാനന്ദപുരിയും നരേന്ദ്രകൃഷ്ണനും നിൽക്കുന്നത്. അദ്വൈതത്തിന്റെയും ത്രൈതത്തിന്റെയും ഒക്കെ ഒരു സൈദ്ധാന്തിക പക്ഷത്തിൽ. പക്ഷെ ഹൃദയം കൊണ്ട് നമിച്ചാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുക. കാരണം പൗരാണിക പദ്ധതി പ്രകാരം ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊന്നും കാണാതെ അതിനെക്കുറിച്ചൊന്നും പഠിക്കാതെ നമ്മുടെ മുമ്പിൽ വാദത്തിന് വന്ന് പരാജയപ്പെട്ടു പോകുന്നവരെ കാണുമ്പോൾ അദ്ദേഹം അത് കമ്പോട് കമ്പ് പഠിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോടൊരു ബഹുമാനവും അദ്ദേഹത്തിനോട് ആദരവും ഒപ്പം സത്യത്തിൽ വലിയ സ്നേഹവുമാണ്. ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് ഇത്രയേറെ നിൽക്കുന്ന വേറെ ഏത് സന്യാസി ഉണ്ട് എന്നെനിക്കറിയില്ല. അദ്ദേഹം ഇന്നത്തെ ദിവസം ഇവിടെ വന്നതിനും ഇത് ഇങ്ങനെ ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തന്നതും ചരിത്രത്തിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് രേഖപ്പെടുത്തും. ആ രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഈ സദസ്സ് പോലും അറിയാതെ ഇന്ന് ഈ പെണ്ണിക്കരയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഒരു ഇതെന്ന നിലയ്ക്ക് ആ പെണ്ണിക്കരയിലെ ഗുരുകുലത്തിന്റെ ഒരു ശിലാസ്ഥാപന കർമ്മം പോലെ അവിടെ 3 ചെടികൾ നടുവയ്ക്കുന്ന ഒരു കർമ്മം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളൂ. മുന്നോട്ടുള്ള പ്രയാണത്തില് കൂടുതൽ പ്രതീക്ഷകളല്ല, ഞങ്ങളുടെ സഹകരണങ്ങളാണ് ആവശ്യം. അതുകൊണ്ട് സദസ്സിൽ ഒരു സെഷനൊക്കെ ഒന്ന് ചൂടുപിടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പോകാം. ഒറ്റ ആശയം പറയാം, കയറി പറയാണ്. എത്ര പേരെങ്കിലും നാളെ വേണമെന്ന് പറഞ്ഞു, അത് പോരാ, ഒരാളെ വിളിക്കണം. ഈ ഇരിക്കുന്ന ആൾക്കാരിൽ ഒരാള് നാളെ ഒരാളെ കൊണ്ടുവരിക. ബലപൂർവ്വം പിടിച്ചു കൊണ്ടുവന്നാലും ഒന്നുമില്ല. ഈ മദ്യശാലയിലൊക്കെ പോകുന്നുണ്ട്, ഇത് സ്നേഹം വരുന്നേ, ഞാൻ വാങ്ങിത്തരാം. വിശന്ന് പട്ടിണി കിടന്നാൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കില്ല, ചോറ് ഞാൻ വാങ്ങിത്തരാം, ചായ വാങ്ങിത്തരാം, അത് പറയില്ല. പക്ഷെ മദ്യശാലയിലേക്ക് പോകുമ്പോ എന്ത് പൈസ വേണം അതുപോലെ വേണം. യാ പ്രീതിരവിവേകാനാം വിഷയേഷു അനവായിനെ ത്വാമനുസ്മരതസാമേ ഹൃദയാത്മാപസർപ്പത് എന്ന് പറയില്ലേ, ആ ഒരു അവിവേകികളുടെ രീതി നമുക്ക് ഇവിടെ വേണം. പറഞ്ഞാൽ മനസ്സിലായില്ലോ? നാളെ വരുമ്പോ ഒരാള് വേറൊരാളെയും കൂടി വിളിച്ച് കൊണ്ടുവരണം. എന്താ സമ്മതം? വരണ്ട, വിളിക്കുക. മറ്റന്നാളും അതുപോലെ തന്നെ വിളിക്കുക. 2 ദിവസം വിളിച്ചിട്ട് പോന്നില്ല, പിന്നെ ഞാൻ വിളിക്കണം, പിന്നെയും വിളിക്കണം. തണുപ്പ് കാലത്ത് കുട്ടികളെ വിളിച്ചുണർത്തണ പോലെ. തണുപ്പ് കാലത്ത് രാവിലെ സ്കൂളിൽ പോട്ട കുട്ടികളെ നമ്മൾ വിളിച്ചുണർത്തമാവോന്നൊക്കെ ശബ്ദം ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ കാണാം കിടന്നുറങ്ങുന്നുണ്ടാവും. പിന്നെയും വിളിക്കും 5-10 പ്രാവശ്യമൊക്കെ വിളിച്ച് അവസാനം ഉള്ള അടിയൊക്കെ കൊടുത്താലാണ് എഴുന്നേൽക്കുക. അതുപോലെ വിളിക്കണം. കാരണം നമ്മുടെ സമൂഹം ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഉറങ്ങുകയാണ്. ആയിരക്കണക്കിന് കൊല്ലങ്ങളായി ഉറങ്ങുന്ന ഒരു സമൂഹമാണ് നമ്മളുള്ളത്. ദശകങ്ങളായി ഉറക്കം നടിക്കുന്ന സമൂഹമാണ്. അഥവാ ദീർഘമായ ഉറക്കം കഴിഞ്ഞാലുള്ള തൂഷ്ണീഭാവത്തിലുള്ള സമൂഹമാണ്. ദീർഘമായ ഉറക്കം കഴിഞ്ഞാലുള്ള തൂഷ്ണീഭാവത്തിലുള്ള സമൂഹമാണ്. 6 മണിക്കൂർ ഉറങ്ങിയ ആള് ഒരു 6 മിനിറ്റെങ്കിലും തൂഷ്ണീഭാവം ഉണ്ടാവും, ഇല്ലേ? അത് കഴിഞ്ഞാലേ കർമ്മകുശലനായിട്ട് വരുള്ളൂ. അതുപോലുള്ള സമൂഹമാണ്. അതുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക. നാളെ വരുമ്പോൾ ഒരാളെയെങ്കിലും കൊണ്ടുവരിക, 2 പേരെയെങ്കിലും വിളിക്കുക, മറ്റന്നാളും. അങ്ങനെ ഒരു 10-25 ദിവസം വിളിക്കുക, പിന്നെ വിളിക്കണ്ട. എന്താ അത്ര ദിവസം വിളിച്ച് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ഇത് രുചിച്ചു കഴിഞ്ഞാൽ പിന്നെ താനേ വന്നോളൂ. പക്ഷെ തുടക്കത്തിൽ ഒരു 10-25 ദിവസമെങ്കിലും വിളിക്കണം. അത് ഏൽക്കണം നിങ്ങൾ. സ്വാമി ചെയ്തോളൂ, സ്വാമിക്ക് പറ്റില്ല, തന്നെ വേറെ പോകണം. അതുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. അത് ചെയ്യാമല്ലോ, എന്താ ഇല്ല? അത് ചെയ്താൽ മതി. അതാണ് ആവശ്യം. പൂജ്യ ഗുരുജി മഹാത്മാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വിവരം അറിഞ്ഞുകൊണ്ട് പ്രഭാഷണം ഒന്ന് കേൾക്കാം എന്ന് കരുതി ഞാൻ വളരെ ദൂരത്ത് നിന്ന് വന്നതാണ്. സംശയം എന്തെങ്കിലും അതുപോലെ സ്വാമിജിയിൽ നിന്ന്
പ്രഭാഷണ പരമ്പരയിൽ വന്ന ഇതും അല്ലാത്തതുമായ എന്തെങ്കിലും സംശയങ്ങൾ ഒക്കെ ഒന്ന് ചോദിക്കുക എന്നതിനാണ് വേദപ്രകാശ് എന്നോട് പറഞ്ഞത്. സംശയങ്ങൾ അറിവുള്ളവർക്കുള്ളതാണ്. അറിവില്ലാത്തവർക്ക് വലിയ സംശയങ്ങൾ വരികയില്ല. മറിച്ചും പറയാറുണ്ട്, അറിവില്ലാത്തവരാ സംശയം ചോദിക്കുന്നത്. ശരിയല്ല. അറിവുള്ളവർക്കാണ് സംശയം ചോദിക്കാൻ അർഹതയുള്ളത്. അത്ര വലിയ അറിവൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ ഇപ്പം സ്വാമി പറഞ്ഞതുപോലെ നിർബന്ധിച്ചാൽ മാത്രമേ പഠനം മുമ്പോട്ട് പോകും. ഒടുവിൽ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടം. മദ്യശാലയിലേക്ക് ആളുകളെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തായാലും ആളുകൾ വരും. അതേ മനോഭാവത്തോട് തന്നെ നമ്മൾ നിർബന്ധിച്ച് ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രമേ, ഇതൊന്ന് കേട്ടാൽ മാത്രമേ അടുത്ത ദിവസവും ആരെന്ത് പറയുന്നു അത് കേൾക്കാൻ അതിനകത്ത് സത്തയുണ്ട് എന്നൊരു തോന്നലുണ്ടാവും. ഈ വിധത്തിൽ ഒരു സംസ്കൃത അധ്യാപികയായിട്ട് ജീവിതം മുഴുവനും നിർബന്ധിച്ച് ആളുകളെ അക്ഷരം മുതൽ പഠിപ്പിച്ചൊരല്പം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പെൻഷനായിരിക്കുക. അപ്പോഴാണ് ആചാര്യൻ്റെ അടുത്ത്, ആചാര്യൻ അന്തരിക്കുന്നതിന് 1 വർഷം മുമ്പ് എത്തിയത്. അതൊരു ഗുരുവിൻ്റെ മഹാനിയോഗമായിരുന്നു. ഒരു മഹാഗുരു അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞപ്പോൾ കുറച്ച് നാളത്തേക്ക് എനിക്ക് വഴികാട്ടി തന്ന ഒരു മഹാഗുരു, അതായിരുന്നു ആചാര്യ നരേന്ദ്രഭൂഷൺ. അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിച്ചാൽ പറയാനേ ഉള്ളൂ. അതാണ് ആ മഹാഗുരുവിൽ നിന്ന് കുറച്ച് നാളുകൊണ്ട് എനിക്ക് കിട്ടിയ അനുഭവം. അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നില്ല എങ്കിൽ ആ ആത്മാവ് ഒരു പക്ഷേ പങ്കജവല്ലി ഇവിടെ നിന്നും വന്നില്ലേ എന്നൊന്ന് ചോദിച്ചെന്നിരിക്കും. ഇപ്പൊ ഈ പ്രാവശ്യം പിന്നെ പ്രഭാഷണ പരമ്പര എന്ന രീതിയിൽ സംസ്കൃത ഭാഷ ഭാരതീയ രാഷ്ട്രസങ്കല്പത്തിൽ എന്ന ഒരു വിഷയം, അതേക്കുറിച്ച് ഞാൻ ആർഷനാദത്തിൽ എഴുതിയിട്ടുണ്ട്. ഓം ഇത്യേതദക്ഷരമിദം സർവം. അക്ഷരശാസ്ത്രത്തെ, അക്ഷരവേദത്തെ ഓങ്കാരത്തിൽ ഒതുക്കിയെടുത്ത ആർഷഭാരത സിദ്ധാന്തത്തെ ഞാൻ അതിനകത്ത് ഒതുക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഗുരുവിൻ്റെ കാരുണ്യം, ആചാര്യൻ്റെ കാരുണ്യം ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാലും എനിക്ക് എന്തെങ്കിലും അറിയാമായിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ എന്ത് സംശയം ചോദിക്കും ഗുരുവിനോട്? ഒരു സംശയവും ഇല്ല, എനിക്ക് അറിയില്ല, അതുകൊണ്ട് സംശയവും ഇല്ല. തരം പോരെ മനെ, തരം പോരെ. ഏതായാലും യസ്യാമതം തസ്യമതം മതം യസ്യന വേദസ. അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. അവിടുന്ന് ആരും ഇടുന്നില്ല. ആ സൈഡിൽ അവിടെ ഉണ്ടില്ലല്ലേ? ആരെങ്കിലും നമുക്ക് ആഹാരത്തിനുള്ള സമയമാണ്. സ്വാമിജിയെ ചോദിക്കാം. സ്വാമിജി, ജ്ഞാനം വന്നു ചേരേണ്ടതാണോ?
സഹജമായിട്ട് വന്നു ചേരേണ്ടതാണോ, എത്തിപ്പിടിക്കാൻ സാധിക്കുന്നതാണ്? ജ്ഞാനം സ്വരൂപമാണ്, ചിദ്രൂപമാണ്, ആവൃതമാണ്. ആവരണഭംഗം വരണം. ആവരണഭംഗത്തിനാണ് സ്വാധ്യായം. ജ്ഞാനം കിട്ടേണ്ട വസ്തുവല്ല, അജ്ഞാനം നീക്കപ്പെടേണ്ടതാണ്. ശാസ്ത്രവും സാധനയും ഗുരുവുമെല്ലാം ഈ അജ്ഞാന നിവാരണത്തിന്, നിരാകരണത്തിന് വഴിതേറുന്നു. ജ്ഞാനസ്വരൂപമാണ്. അതുകൊണ്ട് തന്നെ ജ്ഞാനം സാധ്യ വസ്തുവല്ല, സിദ്ധം വസ്തുവാണ്. വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ വ്യത്യസ്ത ചിന്താഗതികളുണ്ട്, ഇത് അംഗീകരിക്കാത്ത ചിന്താധാരകളുണ്ട്. അതിന് സ്വാഗതം, ഒരു വിരോധമില്ല. പക്ഷേ നമ്മുടെ ചിന്താ പദ്ധതി ജ്ഞാനം സ്വരൂപമാണ്, സിദ്ധമാണ്, സാധ്യമാണ്. പക്ഷേ അനേകവിധ അജ്ഞാന ആവരണങ്ങളെ കൊണ്ട് മറയ്ക്കപ്പെട്ടു. അജ്ഞാനേന ആവൃതം ജ്ഞാനം. ഈ അജ്ഞാനാവരണങ്ങളെ നിരസിക്കണം. അതിന് ശാസ്ത്രം, ഗുരു, സാധന എല്ലാം വേണം. എല്ലാ സാധനങ്ങളും അതിൽ വരും. ഇന്ന സാധന എന്നൊന്നുമില്ല. അപ്പൊ സ്വരൂപഭൂതമായ ജ്ഞാനം സ്വയം പ്രകാശിക്കും. അത്രയേ ഉള്ളൂ. തുടങ്ങുന്നതിൽ കാണിച്ച കൃത്യത നിർത്തുന്നതിലും കാണിക്കണം. അതുകൊണ്ട് 2 മിനിറ്റ് ലേറ്റാണ്. എന്തായാലും ഈ ഗുരുകുലത്തിന്റെ പ്രവർത്തനത്തിൽ ചെങ്ങന്നൂര് സഹകരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇവിടെയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ വളരെ പ്രഥമഗണനീയനായ ഒരാളാണ് ഈ KG കർത്താജിയുടെ അടുത്ത് നമ്മളിങ്ങനെ ചെല്ലുന്നു, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറയുന്നു, അവിടുന്ന് വേണ്ട പൈസ വാങ്ങിക്കുന്നു. അതായത് ധനവാനായ ഒരു അംഗമായതുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലും അതുകൊണ്ടാണ് അദ്ദേഹം പ്രസക്തനാകുന്നത്. ഇവിടെയും അതേ കാരണത്താലാണ് അദ്ദേഹം പ്രസക്തനാകുന്നത്. അത് പക്ഷെ അവർ പറയാറില്ല, നമ്മളത് പറയുന്നു എന്നുള്ളത്. ഒപ്പം വായനയും അച്ഛൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് ഞങ്ങളെ സംബന്ധിച്ച്. KG കർത്തയാണ് ഈ പ്രവർത്തനത്തിന്റെ ആരംഭത്തിൽ ആദ്യത്തെ ഒരു ദക്ഷിണ ഞങ്ങൾക്ക് വിട്ടു നൽകുന്നത്. അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസം സ്വാമിജിയെ ഞങ്ങൾ ദക്ഷിണ നൽകി ആദരിക്കുന്നു എന്നാണ് ചടങ്ങ്. അത് അദ്ദേഹത്തിന് അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കുകയാണ്. ഞങ്ങൾക്ക് ധനമില്ല, അതുകൊണ്ട് വിഷമിക്കില്ല. സ്വാമിജി അതേ അറിവിലേക്ക് വേണ്ടിയിട്ട് അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതെ. दूरङ्गमं ज्योतिषां ज्योतिरेकं तन्मे मनः शिवसङ्कल्पमस्तु। ॐ येन कर्माण्यपसो मनीषिणो यज्ञे कृण्वन्ति विददेषु धीरा यदपूर्वं यक्षमन्दः प्रजानां तन्मे मनः शिवसङ्कल्पमस्तु। ॐ यत्प्रज्ञानमुदचेतोऽधिष्ठयज्योतिरन्तरमृतं प्रजासु यस्मान्न कृते किञ्चन कर्म क्रियते तन्मे मनः शिवसङ्कल्पमस्तु। ॐ येनेदं भूतं भुवनं भविष्यत् परिगृहीतममृतेन सर्वम् येन यज्ञस्तायते सर्वहोता तन्मे मनः शिवसङ्कल्पमस्तु। ॐ यस्मिन् रजः सामयजुंषि यस्मिन् प्रतिष्ठिता रथनापाविमाना यस्मिन् चित्तं सर्वमोदं प्रजानां तन्मे मनः शिवसङ्कल्पमस्तु। ॐ सुषायतिरश्वानि वयन्मनुष्यान्नीयते अविशुभिर्वादिनैव यत्प्रतिष्ठं यदजिरं यविष्टं तन्मे मनः शिवसङ्कल्पमस्तु।
शान्तिरोषधय वनस्पतय शान्ति विश्वे देवा शान्ति ब्रह्म शान्ति सर्वं शान्ति शान्तिरेव शान्ति सामा शान्तिरेवि ॐ शान्ति 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 श्रिया आदिर्याय श्रियं वयोजनितृभ्यो दधाति श्रियं वसाना अमृतत्वमायन् भवन्ति सत्या समिधामितद्रौ इन्द्रश्रेष्ठानि द्रविणानि देहि चित्तिन्द्रक्षस्य सुभगत्वमस्मे पोषं रयीणामरिष्टिं तनूनां स्वात्मानं वाचः सुदिनत्वमह्नाम् प्रजापते न त्वदेतान्यन्यो विश्वा जातानि परिता बभूवा यल्कामास्ते जुहुमस्तन्नो अस्तु वयं स्याम पतयो रयीणाम्